സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു കൊണ്ടുവന്നു. സുലൈമാൻ നബി ഒരു ചെറിയ കുട്ടിയാണ്, ലുക്മാന്റെ അതേ പ്രായമുള്ള കുട്ടിയാണ്. അടുത്ത് വന്നിട്ട് ലുക്മാനെ കണ്ടപ്പോൾ സുലൈമാൻ നബി ചോദിച്ചു, അന്ന് ഉപയോഗത്തിന് കണ്ടില്ല കുട്ടിയല്ലേ, നീ ആരാന്ന് വെച്ചു. ഞാൻ ലുക്മാനാണ്. എന്തിനാ വിളിച്ചതെന്ന് വെച്ചു. ബാപ്പ വിളിക്കുന്നുണ്ട് പറഞ്ഞു. എന്നാ വാന്നു. രണ്ടാളും കൂടി കയ്യും പിടിച്ച് അങ്ങോട്ട് പോയി. എത്ര നല്ല ചങ്ങായിമാര്, കണ്ട ഉടനെ തന്നെ സുഹൃത്തുക്കളായി. ഇത് കുട്ടികളുടെ പ്രകൃതിയാണ്, ചെറിയ മക്കളുടെ. നമ്മളങ്ങനെ പെട്ടെന്ന് കിട്ടൂല, നമ്മളങ്ങനെ പെട്ടെന്നൊന്നും ആവില്ല. പെണ്ണുങ്ങൾ പ്രത്യേകിച്ചും ആവില്ല. പെണ്ണുങ്ങൾ എന്തല്ല, എവിടെയൊക്കെ ഒന്നിച്ചു വന്നാല് മുഖത്തേക്കല്ല നോക്കുക, മറ്റുള്ളിട്ട പർദ്ദ നോക്കൂ. ഇവർക്ക് വലിയ പർദ്ദ ഉള്ളൂ, നമുക്കില്ലാത്ത പോലെ. ഇതാണ് ആദ്യം ഉണ്ടാകുക. പിന്നെ ലോകം പറയും ഇവിടെ അല്ലട്ടാ, ഇവിടെ എല്ലാം നല്ല പെണ്ണുങ്ങളാ, ഇൻഷാ അല്ലാഹ് തിരിച്ചു പോകണം. അപ്പോ ഇവിടെ രണ്ടാള് കയ്യും പിടിച്ച് നേരെ വന്നു. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹദറത്തിൽ വന്നു നിന്നപ്പോൾ നബി രണ്ട് കുട്ടികളെയും ചേർത്ത് പിടിച്ചു. രണ്ടാളെയും ഇടതുഭാഗത്ത് സുലൈമാൻ നബിയും വലതുഭാഗത്ത് ലുക്മാൻ ഇങ്ങനെ പിടിച്ചു നബി എന്ന് ചരിത്രം പറഞ്ഞു. പിടിച്ചിട്ട് ആദ്യം ലുക്മാനോട് പറഞ്ഞു, മോനെ ലുക്മാനെ, എല്ലാ കൊല്ലം ഇങ്ങനെ എൻ്റെ കൂടെ കഴിയും എന്നൊന്നും വിചാരിക്കണ്ട, കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവിടം വിട്ട് പോകേണ്ടി വരും എന്ന് ആദ്യം തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. എപ്പോഴും എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുന്നത് വിചാരിക്കണ്ട, കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ ഇവിടം വിട്ടിട്ട് എനിക്ക് പോകേണ്ടി വരും. പിന്നെ സുലൈമാൻ നബിയോടാ പറഞ്ഞത്, മോനോട്, സുലൈമാൻ, ഇത് ലുക്മാനാണ്, ഇന്ന് മുതൽ നിന്റെ കൂട്ടുകാരൻ ഇവനാണ്. ഇന്ന് മുതൽ നിന്റെ എല്ലാ സെക്കൻഡും, ജീവിതത്തിന്റെ നിഖില സെക്കൻഡുകളും, നിന്റെ ഇബാദത്ത്, നിന്റെ കളി, നിന്റെ ഭക്ഷണം കഴിക്കൽ, എല്ലാം ഉറക്കം വരെ നീ ലുക്മാന്റെ കൂടെ കഴിയണം. ഈ ലുക്മാനിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നിനക്ക് പഠിക്കാനുണ്ടെന്ന് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് കുട്ടികളെ പറഞ്ഞു വിട്ടു. മഹാനായ ദാവൂദ് നബിയുടെ ശിഷ്യന്മാരായി സുലൈമാനും ലുക്മാനും അലൈഹി സ്വലാത്തു വസ്സലാം റളിയല്ലാഹു അൻഹു രണ്ടുപേരും ജീവിച്ചു. ഭയങ്കര പഠിപ്പിക്കലാണ്. ദാവൂദ് നബി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ വെറും ഇങ്ങനെ ഒരു പഠിപ്പിക്കലല്ല, ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളെയും കൃത്യമായി പഠിപ്പിക്കലാണ്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് കൊല്ലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുമ്പിന്റെ കമ്പി കൊണ്ട് നെറ്റ് ഉണ്ടാക്കുകയാണ്. ഇരുമ്പിന്റെ കമ്പി കൊണ്ട് നെറ്റ് ഉണ്ടാക്കൽ, ഇരുമ്പിനെ കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്ത് അവതരിപ്പിക്കാം. അപ്പൊ ഇരുമ്പിന്റെ കമ്പി കൊണ്ട് ഇങ്ങനെ നെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് പെണ്ണുങ്ങൾ വന്നു നബിയുടെ മുന്നിൽ. രണ്ട് പെണ്ണുങ്ങൾ, ഒരു കറുത്ത പെണ്ണും ഒരു വെളുത്ത പെണ്ണും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേഡീസ്. കറുത്തം വെളുത്തും. പണ്ട് ഒരു ഭാര്യ പ്രസവിച്ചിട്ട് ലേബർ റൂമെന്ന് നഴ്സ് കുഞ്ഞിനെ എടുത്തിട്ട് പുറത്തിങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, ആരാ ഫാത്തിമാന്റെ മാപ്പിള? ഒരുത്തം പറഞ്ഞു, ഞാനോളോ കൊണ്ടാറും. ഇവന്റെ കയ്യെ കൊടുത്തു നോക്കുമ്പോ കറുത്ത കുഞ്ഞി. ഇവന് കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ട് ഇവന്റെ ബന്ധുക്കടുത്ത് പോയി. അപ്പൊ ബന്ധുക്കളൊക്കെ ചുറ്റും നിങ്ങൾ നോക്കുമ്പോ പറയുന്നു, കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഓളെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്, എന്തുണ്ടാക്കിയാലും കരിച്ചിട്ടേ ഉണ്ടാക്കും. ഇതും കരിഞ്ഞിട്ടേ ഉള്ളേ. ഇതോളവുറ്റ, ഇതോളവുറ്റല്ലോ. അപ്പോ ഈ കറുത്ത പെണ്ണും വെളുത്ത പെണ്ണും നിന്നു, രണ്ട് പെണ്ണും നിന്നു. ഈ കറുത്ത പെണ്ണിന്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്, കറുത്തോളെ കയ്യിൽ ഒരു കുട്ടി, അതങ്ങനെ ഉറക്കുന്നുണ്ട് ചുമരത്ത്. വെളുത്തോള് കരയുന്നുണ്ട്. നബി ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നം എന്ന് വെച്ചു. അപ്പൊ ഈ വെളുത്ത പെണ്ണ് പറഞ്ഞു, മഹാനായ നബിയെ, അവളെ തോളത്ത് ഉറങ്ങുന്ന കുട്ടി എന്റേതാണ്, അവള് കട്ടതാണ്, എനിക്ക് തരുന്നില്ല. നബി ചോദിച്ചു, നീ എന്തിനാണ് ഇവളെ കുഞ്ഞിനെ കട്ടെന്ന് വെച്ചു. നബി, ഇത് എന്റെ കുട്ടി, അവളെ കള്ളത്തരം പറയാം, ഇത് എന്റെ തന്നെയാണ്. അല്ല നബിയെ, എന്റേതാണ് നിവള്. അല്ല നബിയെ, എന്റേതാണ് നിവള്. നബി ചോദിച്ചു, രണ്ടാളും കൂടി എങ്ങനെയാ അപ്പൊ ഒന്നിനെ പറ്റേ? അത് വല്ലാത്ത പ്രസവമല്ലേ, രണ്ടാളും കൂടി ഒന്നിനെ പ്രസവിക്കില്ല. ഒരാൾ 5ഉം 10ഉം പ്രസവിക്കും, രണ്ടാൾ കൂടി ഒരെണ്ണെ തീരുന്നില്ല പ്രശ്നം. പണ്ട് കുട്ടിയൊക്കെ ഡിമാൻഡുള്ള കാലമാണ്, അതുകൊണ്ടാണ്. കുട്ടിയൊക്കെ ഡിമാൻഡുള്ള കാലമാണ്. ഇപ്പം നിങ്ങൾ കഥാപ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റോഡ് മപ്പാറ്റി 1 or 2 മിക്കവാറും കിട്ടും. ആ ചന്ദ്രഗിരി പാലത്തിന്റെ മേലിതാ താലേക്ക് ഇട്ടത് പെറ്റ ഉമ്മ കുഞ്ഞിനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊന്നത്. ആ പെണ്ണ് ഇപ്പം ജയിലുണ്ട്. ഇത്ര എന്ത് കുതിരത്തിന്റെ ഉമ്മയാ, ഇനിലെങ്ങനെ ഉമ്മാന്ന് വിളിക്കാല്. അള്ളാഹു നമ്മുടെ മക്കളെ ഹൈറാക്കി തരട്ടെ. നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് അള്ളാഹു ദീന് കൽബിൽ നിറച്ചു കൊടുക്കട്ടെ. അപ്പോ കുട്ടിക്ക് വേണ്ടി ഭയങ്കര മത്സര, രണ്ടാളും വിടുന്നില്ല. അപ്പൊ നബി വിളിച്ചു, സുലൈമാൻ ലുക്മാൻ രണ്ടാളും വന്നു. രണ്ടാളും കൂടി വന്നു. പ്രശ്നം തീർക്കുന്നത്, പ്രശ്നം തീർക്കാൻ ഇവരെ പഠിപ്പിക്കലാണ്. എങ്ങനെ ഇവർ ഈ പ്രശ്നത്തിൽ ഇടപെടും എന്ന് നബി നോക്കുകയാണ്. അതൊക്കെ പഠിക്കണല്ലോ. ഇവർ രണ്ടുപേര് ലോകത്തിന്റെ നായകന്മാരാകേണ്ടവരാണ്. അപ്പൊ ഇവര് പ്രശ്നങ്ങൾ തീർക്കുന്നവരാകേണ്ടവരാണ്. അപ്പൊ പ്രശ്നങ്ങൾ പ്രാക്ടിക്കലാക്കിയിട്ട് പഠിപ്പിക്കാണ് ദാവൂദ് നബി. ഒന്ന് പ്രശ്നം തീർക്കുന്നതാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് വന്നിട്ട് കർത്തോളോട് ചോദിച്ചു, കുട്ടി സത്യം പറയട്ടോ? ഓള് പറയാം, സത്യമായിട്ട് എന്റെ കുട്ടിയാ. വെളുത്തോളം പറഞ്ഞ എന്റെ കുട്ടിയാ. സുലൈമാൻ നബി പറഞ്ഞു, അള്ളാന്റെ കോടതി ഉണ്ട്, ആ കോടതി തിരിച്ചു കൊണ്ടുവരാമെന്ന ബോധം നിങ്ങൾക്ക് വേണം, അതുകൊണ്ട് സത്യം പറ. ഇവർക്ക് എന്താ അള്ളാന്റെ കോടതി? ഈ പെണ്ണ് പറഞ്ഞു, എന്റെ എന്നെ. രണ്ട് പ്രശ്നം തീരുന്നില്ല.
കുറച്ച് കഴിഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുലൈമാൻ ഇതിങ്ങനെ തീരൂല, നമുക്ക് തീർക്കണം, ഇത് പ്രശ്നം എന്തായാലും തീർക്കണം. ഇതിപ്പോൾ രണ്ടാൾ കൂടി ഒന്നിനും വാശി കെട്ടി ആർക്കും ഭയങ്കര ഇത് പിടിക്കുകയാണ്, ടേബിൾ പിടിക്കുകയാണ്. രണ്ടാൾ കൂടി ടേബിൾ പിടിച്ച് മുന്നിൽ കൊണ്ടുവച്ചു. ദാവൂദ് നബി ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താ മക്കൾ ചെയ്യുന്നത്. എന്നാൽ സുലൈമാൻ നബിയോട് പറഞ്ഞു, ഞാൻ അടുക്കളയിൽ പോയി നല്ല കത്തി എടുത്തിട്ട്. സുലൈമാൻ നബി കത്തി എടുത്തോണ്ട് ഈ കറുത്ത പണിനോട് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ട, കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ട. അവൾ ചോദിച്ചു, എന്തിന്? ഇങ്ങോട്ട് കൊണ്ടാ കൊടുത്ത്. അപ്പൊ കുട്ടീനെ ഉറക്കം ചെട്ടി, കുട്ടി കരയാൻ തുടങ്ങി, ടേബിൾ മ കടത്തി. സുലൈമാൻ നബിയോട് പറഞ്ഞ് കയ്യും കാലം പിടിച്ചോ. രണ്ടാളോടായിട്ട് ലുക്മാൻ പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ മുറിക്കാൻ പോവാം, 2 കഷ്ണമാക്കിയിട്ട് ഒരു കഷ്ണം നിനക്കും തരും, ഒരു കഷ്ണം നിനക്കും തരും. തല പോണോ കാല് പോണോ എന്ന് നമുക്ക് ഞെറുക്കിട്ടോക്കാം, മുറിക്കട്ടെ വെച്ചു. അപ്പൊ കറുത്തോള് പറഞ്ഞു, ഒരു കഷ്ണം തന്നേന്ന് പറഞ്ഞു. അപ്പൊ മുറിക്കാൻ പോവാം. അളന്നു, 2 ഓഹരി വെച്ച് കൊടുക്കേണ്ടതാണ്, കൃത്യമായിട്ട് മുറിക്കണം, ഒന്ന് ബെൽതൊന്നും ചെറുതാക്കാൻ പാടില്ല, അപ്പൊ പിന്നെ അടി തീരൂല. അങ്ങനെ അളന്ന് താഴോട്ട് അളന്ന്, താഴ്ന്ന് മേലോട്ട് അളന്ന്, ഇങ്ങനെ കൂടി അളന്ന് നോക്കുമ്പോൾ സെൻറ്റർ കിട്ടി. ഇവിടെ സാധനമുണ്ട് അല്ലേ? അതിൻ്റെ പേരെന്നാ? ഇവിടെയുള്ള സാധനത്തിൻ്റെ പേരെന്നാ? പൊക്കിള് അല്ലേ? അതിന് നിങ്ങളെന്തോ പറയല്? പൊക്കിള് തന്നെ. പൊക്കിള് അങ്ങനെ സാധനം ഉണ്ട് ഇവിടെ. ചില കുട്ടികളെ നോക്കിയാൽ വലിയ റേഡിയത്തിൻ്റെ തിരിക്കുന്ന പോലത്തിലുണ്ടാവും. എന്നാൽ സാധനം പെറ്റപാടുകൾ കുഞ്ഞിനെടുത്തിട്ട് വരുമ്പോൾ കണ്ടില്ല, പ്രസവിച്ച കുഞ്ഞിനെടുത്തിട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും എമർജൻസി ആകൊണ്ടേത്, അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി, അത് വലിയ വയറടക്കം വരിക, ചാർജറടക്കം. സത്യത്തിൽ അതൊരു ചാർജറല്ലേ? ചിന്തിച്ചണം നമ്മൾ. സത്യത്തിൽ അതൊരു ചാർജറല്ലേ? ഉമ്മയുടെ ഗർഭത്തിനകത്തിരിക്കുമ്പോൾ അള്ളാഹു ചാർജ് കയറ്റിയ സാധനം നമ്മളെ ചാർജറാത്. മാതാവിന്റെ ഗർഭത്തിനകത്ത് വായ തുറന്നിട്ട് ഭക്ഷണം കഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉമ്മ ഒന്നും തിന്നലുണ്ടാവില്ല, ഉറപ്പ്. അതിനുള്ള കുത്തിയതിന് മൊത്തം വെച്ച് കയറ്റി കളി നട്ടു. എന്നിട്ട് വേണം ബംഗാളിനെ ഉള്ളിൽ കൊണ്ടുപോയി കക്കൂസ് ഉണ്ടാക്കും നമ്മൾ. അത്ര ബളുള്ള സാധനാവഞ്ചന്മാര്. പടച്ചോ തീരുമാനിച്ച് ഇവൻ അതിൻ്റെ ഉള്ളിൽ വായു ഓർക്കാൻ പാടില്ല, പക്ഷെ ഇവനക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ഉമ്മയുടെ ഗർഭത്തിൽ ഭക്ഷണം കൊടുക്കണ്ടേ? നമ്മളെ പൊക്കിൽ കൊടി ഉമ്മയുടെ അണ്ടവുമായി അള്ളാഹു ബന്ധിപ്പിച്ചു. എന്നിട്ട് ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രോട്ടീനുകളെ, വൈറ്റമിനുകളെ ആ പൊക്കിൽ കൊടിയിലൂടെ അള്ളാഹു നിന്റെ പള്ളക്കകത്തേക്ക് കൃത്യമായി നൽകി. ഈ 9 മാസം 9ഓളം ദിവസവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അള്ളാഹു സംരക്ഷിച്ചു നിർത്തി നമ്മളെ പൊക്കിൽ കൊടിയിലൂടെ ഭക്ഷണം നൽകിയിട്ട് പുറത്തേക്ക് വന്നു. പിന്നെ അതിന്റെ ആവശ്യമില്ല, വായി തുറന്നു, പൊക്കിൽ കൊടി അറുത്തു മാറ്റി, നമ്മൾ വെട്ടിമാറ്റി. എങ്കിലും ഉമ്മയുടെ നേരെ കാല് നീട്ടുമ്പോൾ ഒന്നാം നെഞ്ചിന്റെ ചോട്ടിലേക്ക് നോക്കിയാൽ നിനക്കറിയാം നീയും നിന്റെ ഉമ്മയും തമ്മിലുള്ള മായാത്തൊരു ബന്ധത്തെ മുദ്രണം ചെയ്തിട്ടാണ് പടച്ചോ നിന്റെ ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന്. ആ മുദ്രണം ഇടക്കിടക്കൊന്ന് നോക്കിയാൽ കേരളത്തിൽ ഒരൊറ്റ വൃദ്ധസദനം ഉണ്ടാവില്ല. ഒരു ഉമ്മയെയും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വിടാൻ ഒരു മക്കൾക്കും പറ്റൂല. ഒരമ്മയെയും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകാൻ ഒരു മക്കൾക്കും പറ്റൂല. ഇടക്കിടക്കൊന്ന് നെഞ്ചിന്റെ ചോട്ടിലേക്ക് നോക്കിയാൽ മതി, ഒരു പൊക്കൽ കൂടി എനിക്ക് അവിടെ കാണാം. അതാണ് ഇവിടെ അടയാളം വെച്ചിട്ട് കത്തി അവിടെ വെച്ചു, മുറിക്കട്ടെ വെച്ചു. വെളുത്ത പെണ്ണ് ഓടി വന്ന് ഒറ്റപ്പെടുത്തം മുറിച്ചു പോയി. മുറിക്കണ്ട മോനെ, അതിനെ കൊല്ലണ്ട, ഒരു ചെറിയ കുട്ടിയല്ലേ, അതിനെ കൊല്ലണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ, എന്റെ തോന്നല്ല, അവളെ തന്നെയാണ്. കറുത്ത പെണ്ണിന്റെ കുട്ടി അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേ, എന്റേതല്ല, അവൾക്ക് കൊടുത്തേ. അപ്പോ കത്തി അങ്ങ് മാറ്റിയിട്ട് ലുക്കുമാൻ ഈ കുട്ടിനെ ഇങ്ങോട്ട് എടുത്തു. വെളുത്തോളം കറുത്തോളം ചിരിക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെടുത്തിട്ട് ലുക്കുമാൻ കറുത്തവളുടെ നേരെ നീട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് മാറ്റിയിട്ട് വെളുത്തവളുടെ കയ്യിലേക്ക് കൊടുത്ത് പിടിച്ചോന്നു. അവള് പറഞ്ഞു എന്റേതല്ല, നിന്റേതാണ്, നിന്റേതാണ്, നീയാണ് ഈ കുഞ്ഞിനെ പെറ്റ ഉമ്മ, നീയാണ് ഈ കുഞ്ഞിന്റെ ഉമ്മ. നിനക്കല്ലാതെ ഒരു പെറ്റ ഉമ്മക്കല്ലാതെ ഒരു കുഞ്ഞിനോട് ഇത്ര സ്നേഹം ഉണ്ടാവില്ല. അവള് മുറിച്ചോട്ടെ എന്നാ പറഞ്ഞത്. നീ മുറിക്കണ്ട, അവൾക്ക് കൊടുത്താലെങ്കിലും നിന്റെ കുട്ടി സംരക്ഷിക്കപ്പെടണം എന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് നിന്റെ കുട്ടിയെ പിടിക്ക്. അപ്പോഴാ ലുക്കുമാൻ അത് പറഞ്ഞപ്പോഴാണ് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, മോനെ ലുക്മാനെ, നീയൊന്നു കേൾക്ക്. ഖുർആൻ അങ്ങനെ പറയുന്നു, നീ ദുനിയാവിൻ വിരിമാറിയിലേക്ക് ദുരിതങ്ങളേറെയും കയ്യേറ്റെടുക്ക്, ദുഃഖത്തിൻ സാഗരം നീന്തി കടക്ക്. പുന്നാര ലുക്മാനെ നീയൊന്നു കേൾക്ക്, ഓണം നീ ദുനിയാവിൻ വിരിമാറിയിലേക്ക്. ലുക്മാൻ ഇറങ്ങി നടക്കാൻ തുടങ്ങി, ഹിക്മത്തവർ മണ്ണിൽ കാട്ടാൻ തുടങ്ങി. ലൈലും നഹാറും കൊഴിഞ്ഞു തുടങ്ങി,
കുതുബുസ്സമാനായിട്ടവരും വിളങ്ങി. പുന്നാര ലുക്മാനെ നീയൊന്നു കേൾക്ക്, പോണം നീ ദുനിയാവിൻ പിരിമാറിയിലേക്ക്. ദുരിതങ്ങളേറെയും കയ്യേറ്റെടുക്ക്, ദുഃഖത്തിൻ സാഗരം നീന്തി കടക്ക്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ കൊട്ടാരത്തിൽ താമസിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ ലുക്മാൻ. എന്നെ ലോകമേ തറവാട്. അനുഭവങ്ങളെ പാഠമാക്കിയെടുത്തോടെ ലോക ജനതയുടെ നന്മയ്ക്ക് വേണ്ടി വർത്തിക്കുക. സദാ പിശാച് നിന്നെ പിന്തുടരും. അള്ളാഹുവിനോട് പിശാചിനെ തൊട്ട ശരണം പ്രാപിക്കണം, അഭയം തേടണം എന്ന് പറഞ്ഞ് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വിട്ടു മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ നീണ്ട ഒരു യാത്ര ലോകത്തിന്റെ മണ്ണിലൂടെ നടക്കാൻ തുടങ്ങി. പല അനുഭവങ്ങളെയും സ്വായത്തമാക്കിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ചരിത്രത്തിൽ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എന്ന ഒരു മനുഷ്യനുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമാകാൻ തുടങ്ങി. പക്ഷെ ആളെങ്ങനെ എന്ന് ചോദിച്ചാൽ അറിയാത്തൊരു കാലം. കാരണം വാർത്താ മാധ്യമ മീഡിയകൾ ഇല്ലാത്തത് കൊണ്ട് ഒരാളെ നമുക്കറിയില്ല. ഇപ്പോ പണ്ടൊക്കെ നമുക്ക് ആരെങ്കിലും കേട്ടാൽ കേട്ടു എന്നല്ലാണ്ട് അറിയില്ല. ഇപ്പൊ നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യന്മാരെയും കേട്ടാ തിരിയും. എല്ലാവരും ഇപ്പൊ ട്രംപിനെല്ലാം നമുക്ക് നല്ലോണം അറിയാല, എല്ലാരും അറിയാം. ഒരു ഭാഗമില്ല മനുഷ്യന്മാരെല്ലാം അറിയാം, നമുക്കൊക്കെ അറിയാം. കുട്ടികളോട് ചോദിച്ചു നോക്ക്, സകല കളിക്കാരെയും ഓർക്കറിയാം, എല്ലാ കളിക്കാരെയും അറിയാം. അതൊക്കെ അങ്ങനെ പഠിച്ചു, മീഡിയകളിലൂടെ വായിച്ചു പഠിച്ചു, അല്ല കണ്ടുപിടിച്ചു. ആളെ ഫോട്ടം വരെ പിള്ളേർക്ക് അറിയാം, ഓന്റെ കോലം വരെ നമ്മളെ മക്കൾ കേട്ടു, എന്നാലും തർക്കമില്ല. അപ്പൊ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു എന്നൊരു മനുഷ്യനുണ്ടെന്ന് ആൾക്കറിയാം. പക്ഷെ ആളെങ്ങനെ വെച്ചാൽ അറിയില്ല. മൂപ്പരിങ്ങനെ നടക്കാണ്. 25 വയസ്സ് പ്രായമുള്ള സമയത്ത് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ജനങ്ങൾ 4 വഴി കൂടുകയാണ്. കുറെ മനുഷ്യന്മാർ അങ്ങോട്ട് ഓടുന്നു, കുറെ മനുഷ്യന്മാർ ഇങ്ങോട്ട് ഓടുന്നു, കുറെ മനുഷ്യന്മാർ ബാക്കോട്ട് ഓടുന്നു, കുറെ മനുഷ്യന്മാർ മുമ്പോട്ട് ഓടുന്നു, കുറെ മനുഷ്യന്മാർ മേലോട്ട് ഓടാൻ കഴിയാത്തതുകൊണ്ട് ഓടിയിട്ടില്ല. അങ്ങനെ 4 ബൈക്ക് ആളോട് ഓടുന്നവരോട് മൂപ്പർ ചോദിച്ചു, അല്ല നിങ്ങൾ പ്രശ്നം എന്താ ഓടുന്നത്? ഒരു വർത്താനമില്ല, മിണ്ടുന്നില്ല. അപ്പൊ ഒരു വയസ്സായ ഉപ്പാപ്പൻ കൊടുകൂട് വരുന്നു. ഉപ്പാപ്പനെ പിടിച്ച് വെച്ചു, പൊന്നാരും ഉപ്പാപ്പ എന്തിനാ ഓടുന്നു വെച്ചു. ഉപ്പാപ്പ പറഞ്ഞു, നീ വിടറാൻ മോനെന്ന് പറഞ്ഞു. എന്തിനാ ഉപ്പാപ്പ ഓടുന്നു? നീ വിടറാറ്. എന്തിനാ ഉപ്പാപ്പ ഇങ്ങനെ ഓടുന്നു? പറഞ്ഞാലാ വിടൂ. ആ എന്നാ ആടെ അടി നടക്കുന്നുണ്ട്, 3 എണ്ണം കിട്ടി, നീ കൊണ്ടേക്കാൻ പോന്നെയാണ്. ഉപ്പാപ്പാനെ പറഞ്ഞു വിട്ട് ലുക്മാൻ ഹക്കീം അങ്ങോട്ട്. അവിടെ പോകുമ്പല്ലേ കഥ. യുദ്ധക്കൊതി പേരുത്തെ അവരന്ന് തമ്മിലടി വീടുത്തെ, സമുദായ വർഗീയ വർണ്ണത്തിൻ വിദ്വേഷത്താലെന്ന് കൊല്ലും കൊല വീടുത്തെ. യുദ്ധക്കൊതി പേരുത്തെ അവരന്ന് തമ്മിലടി വീടുത്തെ, സമുദായ വർഗീയ വർണ്ണത്തിൻ വിദ്വേഷത്താലെന്ന് കൊല്ലും കൊല വീടുത്തെ. വെട്ടി പരസ്പരമേ കബന്ധങ്ങൾ കൊത്തി മുറിച്ചിടുമേ, കൈകാലുകൾ അറ്റത വീണു പിടഞ്ഞിട്ടവരെന്ന് കൂട്ടക്കരച്ചിലുമേ. വെട്ടി പരസ്പരമേ കബന്ധങ്ങൾ കൊത്തി മുറിച്ചിടുമേ, കൈകാലുകൾ അറ്റത വീണു പിടഞ്ഞിട്ടവരെന്ന് കൂട്ടക്കരച്ചിലുമേ. യുദ്ധക്കൊതി പേരുത്തെ അവരന്ന് തമ്മിലടി വീടുത്തെ, സമുദായ വർഗീയ വർണ്ണത്തിൻ വിദ്വേഷത്താലെന്ന് കൊല്ലും കൊല വിളിത്തേ. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു അവിടെ പോയി നോക്കുമ്പോ പരസ്പരം അടിച്ച് ലെവലാക്ക. ഓരോരുത്തർ അടി എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ തല്ല, ചെറിയ തല്ലൊന്നല്ല, ആയുധം വെച്ചിട്ടുള്ള കളിയാ. വെട്ടി മുറിക്കന്നെ. ഓരോരുത്തന്റെ കൈ മുറിഞ്ഞ് താഴെ, ഓരോരുത്തന്റെ തല മുറിഞ്ഞിട്ട് അപ്പുറത്ത്, ഓരോരുത്തന്റെ മൂക്ക് മുറിഞ്ഞിട്ട് കുറേ എണ്ണം. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വെട്ടി മുറിക്കപ്പെട്ട മനുഷ്യ ശരീരങ്ങൾ. അടിയും കിട്ടി 4 ബൈക്ക് ഓരോരുത്തർ ഓടിയിട്ടുണ്ട്. ഇപ്പൊ അടി നടക്കുന്നില്ല, ഇങ്ങനെ മുറിഞ്ഞ ശരീരമുള്ളൂ. ലുക്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പടച്ചോനെ, ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും ഉള്ളിൽ നിന്ന് വന്നവർ, ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നവർ, ഇവരെന്തിനാ ഇങ്ങനെ തമ്മിലടിക്കണത്? ഉമ്മാന്റെ ഗർഭത്തിന് ചില്ലറ വരത്തൊന്നല്ല നമ്മൾ വന്നത്, എന്ത് ജാതി വരത്താ മതി എന്നറിയോ? നമുക്ക് തിരിഞ്ഞിട്ടില്ല അല്ലേ? ഉമ്മയുടെ ഗർഭത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരാൻ നമ്മൾ കൂട്ടാക്കിയില്ലല്ലോ. ഇറങ്ങി പോകാൻ നല്ല പറഞ്ഞപ്പോ അമ്മ എന്താ പടച്ചോനോട് പറഞ്ഞേ? പോവില്ലാന്ന് പറഞ്ഞേ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സുഖമാണ് റബ്ബേ, എന്ത് രസമാണ്. കാലാവസ്ഥക്ക് വ്യതിയാനമില്ലാത്ത ഒരു വല്ലാത്ത അറയാണത്. അവിടെ തണുപ്പില്ല, ചൂടില്ല, ജലദോഷമില്ല, പനിയില്ല, തലവേദനയില്ല, രോഗമൊന്നുമില്ല. ബാങ്ക് പോണ്ട, ലോൺ എടുക്കണ്ട, പൊരയെടുക്കണ്ട, വീടെ പോണ്ട, ഭക്ഷണം ഉണ്ടാക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. ഉമ്മ തിന്നും നമ്മൾ തിന്നും ഇറങ്ങാണ്ട് കിടക്കാം. അതുകൊണ്ട് ഇറങ്ങിപ്പോല. അല്ലാഹു പറഞ്ഞു, നീ ഇവിടെ നിറങ്ങിയിട്ട് വേണം വേറെ ആളുണ്ടാക്കാൻ, അടുത്ത ആള് വേണ്ടേ? അപ്പൊ പറഞ്ഞു, എങ്ങനെ റബ്ബേ പോവാ, എന്ത് രസാണ് ഇവിടെ എന്ന് വെച്ചു. ഇവിടെ വളരെ മനോഹരമാണ് അന്തരീക്ഷം. അപ്പൊ പറഞ്ഞു, ഇതിനേക്കാൾ നല്ല ഒരു അന്തരീക്ഷത്തിൽ നിന്നെ ഞാൻ കൊണ്ടുപോയി വിടാം. ഇവിടെ നീ കുട്ടിയല്ലേ, ഇവിടെ നിനക്ക് നടക്കാനാവൂല, ഇവിടെ നിനക്ക് ഓടാനാവൂല, ആ കിടന്ന കിടപ്പിലല്ലേ. പക്ഷെ നിനക്ക് ഓടാം, നിനക്ക് ചാടാം, നിനക്ക് നടക്കാം, നിനക്ക് കളിക്കാം, നിനക്ക് പ്രായം ഉണ്ടാകൂല, നിനക്ക് വയസ്സാകൂല.
നീ നരബാധിക്കൂല. 33 വയസ്സിനപ്പുറത്ത് നിനക്ക് വയസ്സ് കൂടൂല. നിനക്ക് അവിടെ വീടുണ്ടാക്കാൻ നീ ലോൺ എടുക്കണ്ട, നീ കടം വാങ്ങണ്ട, നീ വീടേ പോണ്ട. അങ്ങാടിയിലേക്ക് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിനക്ക് സൗന്ദര്യമുണ്ടാകും. അങ്ങാടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ നിനക്ക് സൗന്ദര്യം വർദ്ധിച്ചു വരും. നിന്റെ വീട്ടിന്റെ അകത്തെ ഭാര്യക്കും സൗന്ദര്യം വർദ്ധിക്കും. നീ അവളോട് പറയും, എന്തൊരു സൗന്ദര്യമാണ് നിന്റത്, ഞാൻ ഇവിടെ പോകുമ്പോ നിന്നെ ഇങ്ങനല്ലോ കണ്ടത്. അവൻ തിരിച്ച് നിന്നോട് പറയും, നിങ്ങൾക്കും വല്ലാണ്ട് സൗന്ദര്യം ഉണ്ടല്ലോ, അങ്ങാടിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ഇത്ര സൗന്ദര്യമല്ലോ ഉണ്ടായിരുന്നത്, തിരിച്ചു വരുമ്പോഴേക്ക് സൗന്ദര്യം കൂടിയല്ലോ. ഇങ്ങനൊരു സ്ഥലമുണ്ട്, അതാണ് അൽ ജന്ന, സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി വിടാം. നമ്മളോട് പറഞ്ഞ വാക്കാണ്, നിന്നെ സ്വർഗത്തിലേക്ക് വിടാം. പക്ഷെ സ്വർഗത്തിലേക്ക് ഉമ്മയുടെ ഗർഭത്തിൽ നിറങ്ങിയിട്ട് അതിനേക്കാൾ നല്ല സ്ഥലമായ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. ഒരു വഴി നേരെ ഗർഭപാത്രം നിർത്തി സ്വർഗത്തിലേക്കല്ല പോണ ഒരു വഴിയുണ്ട്. ആ വഴി കുറച്ച് അപകടമാണ്. നമ്മളോട് പറഞ്ഞതാ, ആ വഴി കുറച്ച് അപകടമാണ്. ആ അപകടമുള്ള സ്ഥലത്തിന്റെ പേരാണ് ദുനിയാവ്. വഴിയിലെ വിശ്രമ പുരമാത്രമാണ് ദുനിയാവ്. ഒരു നീണ്ട യാത്രതൻ വഴിയിലെ വിശ്രമ പുരമാത്രമാണ് ദുനിയാവ്. ഒരുവനല്ലാഹുവിൻ വിധിയാലെ മാനിതൻ ജന്മം കൊണ്ടുള്ളൊരു ദുനിയാവ്. ഒരുവനല്ലാഹുവിൻ വിധിയാലെ മാനിതൻ ജന്മം കൊണ്ടുള്ളൊരു ദുനിയാവ്. ഒരു നീണ്ട യാത്ര തൻ വഴിയിലെ വിശ്രമ പുരമാത്രമാണ് ദുനിയാവ്. ഉമ്മയുടെ ഗർഭത്തിൽ നിറങ്ങിയിട്ട് സ്വർഗത്തിലേക്ക് പോണ വഴിക്ക് ഒരു ദുനിയാവ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവിടെ കുറച്ച് ഇടങ്ങാറാണ്. അവിടെ നീ എന്നൊന്ന് ശരിക്കും ചിന്തിച്ച് ആലോചിച്ച് എന്നൊന്ന് മുറുക്കി പിടിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും എന്ന് അള്ളാഹു നമ്മോട്. അപ്പം നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു, അത്ര മനോഹരമായ ഒരു സ്വർഗം ഉണ്ടാക്കി വെച്ച റബ്ബേ, നിനക്ക് ശുക്ർ ചെയ്യാണ്ട് ഞാൻ എങ്ങനെ എവിടെ നിന്ന് പോവാ? അതുകൊണ്ടൊന്ന് സുജൂദ് ചെയ്തിട്ട് പോയിക്കോളാർ. സുജൂദ് ചെയ്തിട്ട് പോവാ. എവിടെ നിന്ന്? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന്. അങ്ങനെ നമ്മളൊരു സുജൂദ് ചെയ്തവിടെ. ആ സുജൂദ് എങ്ങനെയാണെന്നറിയോ? ഒരു പെണ്ണ് ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ തലയാണ് ആദ്യം പുറത്തേക്ക് വരിക, അല്ലെ? തലയല്ലേ വരിക? ആരോടാ ചോദിക്കുന്നത്? പറാത്തങ്ങളോടാണ്. തലയാണ് ആദ്യം പുറത്തേക്ക് വരിക. ശാസ്ത്രം പറയുന്നു കയ്യും കാലും കുടുങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയത്. അത് അതിന്റെ വേറെ കാര്യമാണ്, അല്ലാഹുവിന്റെ ഹിക്മത്താണ്. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന അണ്ടിപ്പരിപ്പ് പോലെ കിടക്കുന്ന നമ്മള് തല ഇങ്ങനെ വന്നതിന്റെ കാരണമാണ് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തിട്ട് വന്നത് ആ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് എല്ലാ കുട്ടികളും. പക്ഷെ ദുനിയാവിൽ വന്നപ്പോൾ നമ്മൾ തെമ്മാടികളായി. അള്ളാഹിനോട് പറഞ്ഞ വാഗ്ദാനമൊക്കെ മറന്നിട്ട് നമ്മൾ തെമ്മാടികളായി. അതാണ് സത്യം. അപ്പൊ ഇവിടെ ഇങ്ങനെ മനുഷ്യന്മാർ തമ്മിലടിക്കാൻ എന്തപ്പോ ഇവർ എന്താ ഒരു ഉമ്മാന്റെ ഇപ്പന്റെ ഗർഭത്തിൽ ഉള്ളിൽ നിന്ന് വന്നല്ലേ എന്ന് കണക്കൂട്ടി ലുക്മാൻ റളിയല്ലാഹു അൻഹു ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മനുഷ്യന്മാർക്ക് നന്മ ചെയ്യണം, പച്ച മരുന്ന് മൂപ്പർക്ക് അറിയാം. ഉറിഞ്ഞു കിടക്കുന്ന മനുഷ്യന്മാരെ റെഡിയാക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് അവിടെ കൂടിയിട്ട് കുറെ പച്ചില മരുന്ന് പറിച്ചോണ്ടിട്ട് അവിടെ കുത്തിയിരുന്ന് ഓരോന്നിടത്ത് തിരുമ്മി നീരെടുക്കാൻ തുടങ്ങി. നീരെടുത്തിട്ട് ആദ്യം മുറിഞ്ഞെടുത്തന്നെ കൈ ഒട്ടിച്ച് കൈ ഇങ്ങനെ തേച്ച് പിടിച്ച് ഒട്ടിച്ച് ലെവലാക്കി ഓനെ എഴുന്നേറ്റിട്ട് സിന്താവാ, കഴിക്കുന്ന പ്രശ്നമില്ല, റെഡിയായി. ഇത് വെറുതെ വെച്ചാൽ പോരല്ലേ, കുറച്ച് കറാമത്തും കൂടി വേണം. നമ്മളും പച്ചമരുന്ന് എടുത്തിട്ട് തേച്ചിട്ട് ഉണീക്കടാൻ കൈ ഇങ്ങനെ ആക്കി ഓൻ്റെ കൈ അപ്പുറത്ത് പോയിട്ട് നടക്കുന്നുണ്ടോ? അപ്പൊ ലുക്മാനിലൊക്കെ റളിയല്ലാഹു ഒട്ടിച്ച് ലെവലാക്കി ഒരു മൂക്കില്ലാത്ത കാക്കാക്ക് മൂക്കെല്ലാം ഫിറ്റാക്കി കൊടുത്തു. ഇത് പറയുമ്പോൾ രസമുള്ള സംഭവമുണ്ട്. ലുക്മാനിലൊക്കെ അവസാനം നടന്ന സംഭവം ഞാൻ ഇപ്പം പറയാം, കാരണം ഇതങ്ങോട്ട് എത്തൂല, അതിന് മുമ്പ് നിർക്കൂ. അതുകൊണ്ട് അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് ആയുർവേദ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത് എവിടെയാ അറിയോ? ഫലസ്തീനിലാണ്, നോർത്തിന്റെ ഇന്നത്തെ പേരാ ഫലസ്തീൻ. അവിടെയാണ് ലുക്മാൻ റളിയല്ലാഹു ആയുർവേദ കോളേജ് ഉണ്ടാക്കിയത്. ആയുർവേദ മെഡിക്കൽ കോളേജ്, ലോകത്ത് ആദ്യത്തെ ആയുർവേദ ഗവേഷണശാല എവിടെയാണ്. അവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ലുക്മാൻ റളിയല്ലാഹു ഒരു സംഭവം പഠിപ്പിച്ചു കൊടുത്തു. എന്താ അറിയോ? എവിടെയെങ്കിലും വേദന വന്നാൽ അവിടെ രക്തം ക്ലോട്ട് ചെയ്തിട്ടുണ്ടാവും, കട്ട കെട്ടിയിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ട് ആ രക്തം കളഞ്ഞിട്ട് അവിടെ മരുന്ന് വെക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിസ്റ്റം. അപ്പൊ ഇത് പഠിപ്പിച്ച് ഫുള്ളാക്കിയിട്ടില്ല. അങ്ങനെ പഠിപ്പിച്ച് കുറച്ച് ആക്കിയിട്ട് ലുക്മാൻ റളിയല്ലാഹു പുറത്തെവിടെയാ പോയ സമയത്ത് ഒരു മനുഷ്യൻ കഴുത്ത് വേദനയായിട്ട് വന്ന് ഇങ്ങനെ വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞ് കഴുത്തിന് രക്തം ക്ലോട്ട് ചെയ്തിട്ടുണ്ട്, അർക്കുന്നത് പിടിച്ച് കയർത്തി അർത്തിട്ട് ഇയാളാ പിടിച്ച് അർത്ത് കളഞ്ഞ് മുറിച്ച് കളഞ്ഞിട്ട് പശയില തേച്ച് ഒട്ടിച്ചിട്ട് എഴുന്നേറ്റ് പറഞ്ഞു. ഇയാളെ എഴുന്നേറ്റ് വെക്കുമ്പോ മുഖം ബേക്കോട്ട്, ബേക്ക് മുമ്പോട്ടും മുമ്പ് ബേക്കോട്ട് ഇങ്ങനെ നിന്ന് ഇയാള്. ശിഷ്യന്മാർ 4 വൈക്കോടി, കാരണം പേടിച്ചിട്ട്. പിന്നെ എങ്ങനെ രണ്ടാമത് ഇതാക്കാൻ അറിയില്ലല്ലോ. കുറേയൊക്കെ ഇയാളാകെ വേജാറായിട്ട് ഇയാളെ ചിന്തകൾ ചിന്തിച്ചൊക്കെ ഈ മനുഷ്യന്റെ അവസ്ഥ ചോറ് വാരിയിട്ട് ബേക്ക് കൊണ്ടുപോകണം. അച്ചാറോട്ട് കണ്ണെത്തേക്കുമ്പോണെങ്കിൽ
അപ്പൊ ഈ കോലത്തിൽ ഇയാള് ലുക്മാനിലേക്ക് പ്രതിയല്ലാക്കുന്നു തിരിച്ചു വന്നിട്ട് നോക്കുമ്പോൾ ഒരു സാധനം അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ സെറ്റ് അടക്കം തിരിയുന്നു വാലൈക്കും അസ്സലാം. ഇതെന്ത് സാധനം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, മഹാനവർകളെ നിങ്ങളെ ശിഷ്യന്മാർ മുറിച്ചിട്ട് ഇങ്ങനെ ആക്കിയാർ. മൂപ്പരോട് ഞാൻ ശരിയാക്കി തരാം, പക്ഷെ നീ ഇങ്ങനെ തന്നെ ആയിട്ട് ജീവിച്ചാല് എനിക്ക് അള്ളാന്റെ അടുത്ത് നല്ല കൂലിയിട്ട് പറഞ്ഞു. എന്നാ പിന്നെ ഇങ്ങനെ തന്നെ മതിയാണ്, ഇങ്ങനെ തന്നെ മതിയാണ്. മൂപ്പർ ലുക്മാനിലേക്ക് പ്രതിയല്ലാഹുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്ത് കൂടി എന്നാ പറയുന്നത്. പിന്നീട് അങ്ങനെ രസകരമായ സംഭവം ഉണ്ടെങ്കിൽ ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇവർ ലുക്മാൻ റളിയല്ലാഹു ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാണ് ഓരോരുത്തരെ. അപ്പൊ ഈ അടിച്ച ടീമൊക്കെ തിരിച്ചു വന്നു, 4 ബൈക്ക് തിരിച്ചു വന്ന് ഇവരിങ്ങനെ റൗണ്ട് അടിച്ച് നിന്നിങ്ങനെ നോക്കിയാ ഇതൊന്നും മൂപ്പര് കാണുന്നില്ല. മൂപ്പര് ഈ പണി തന്നെ ആത്മാർത്ഥമായ പണിയാണ്. ഈ ആള് വന്നു കൂടിയൊന്നും മൂപ്പര് കാണുന്നില്ല. മൂപ്പരിങ്ങനെ ഒട്ടിക്കുന്നു, ഓരോരുത്തരും എഴുന്നേൽക്കുന്നു. അപ്പൊ ചുറ്റും നിൽക്കുന്ന ആൾക്ക് സ്ട്രോങ്, അത്ഭുതമല്ലേ കാണുന്നത്. ചെയ്യുന്ന ആളെക്കാൾ സ്ട്രോങ് കാണുന്ന അങ്ങനെ തന്നെ ഉണ്ടായില്ല. ബോൾ കളി കാണാൻ പോയി നോക്കിയാട്ടെ ഞങ്ങള് കളിക്കുന്നോ ബോൾ കൊടുത്തിട്ട് പോസ്റ്റിന്റെ അതിലേ പോയിട്ടുണ്ടോ, നിൽക്കുന്നോ ഗോൾ അടിച്ചിട്ടുണ്ടോ, മുമ്പിലുള്ളൂ എനിക്ക് ഓന്റെ പേരടിക്ക് ഓൻ തിരിച്ചടിച്ച ഡ്രോ. കളി ഭയങ്കര സ്ട്രോങ് ആയി പോകും. പള്ളിയിൽ ഉസ്താദിന്റെ ബേക്കിൽ മൗമൂമികളാരല്ല അറിയോ? ഇമാമ നിൽക്കുന്ന ഉസ്താദിന്റെ ബേക്കിലുള്ള മൗമൂമികളാരല്ല? മെസ്സി, നെയ്മർ, സുവാരസ്, കോഹ്ലി, സച്ചിൻ, ധോണി, പിന്നെ വിനീത്, പിന്നെ ആരെല്ലാം ഇതേ ഇവരൊക്കെയാണ് മൗമൂമിങ്ങൾ. തിരിഞ്ഞിട്ടില്ല, പറഞ്ഞു തരിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മളെ കുട്ടികൾ ഇടുന്ന ബനിയന്റെ ബാക്കിലുള്ള ഫോട്ടോ ഞാൻ പറഞ്ഞത്. ഇമാതിരി വേൾഡ് താരങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് കുട്ടികൾ നിസ്കരിക്കാൻ വന്ന് ജമാഅത്തിനൊക്കെ അതിനേക്കാൾ രസം അറിയോ? അതിന്റെ ബാക്കിൽ നമ്മൾ കയ്യെട്ടാൻ പറ്റും. കയ്യെട്ടാൻ നോക്കുമ്പോൾ ആ മുമ്പിലുള്ള ചക്കന്റെ ബനിയന്റെ പേരിൽ നിന്ന് മെസ്സി നമ്മളോട് ഗോളടിച്ചിട്ട് ഇബാദത്ത് 2ാം സ്ഥാനത്തേക്ക് മാറ്റിവെക്കുകയും 1ാം സ്ഥാനത്ത് കളിയെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാലം നിങ്ങളുടെ മുന്നിലേക്ക് വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂൽ. ആ കാലഘട്ടത്തിലാണ്, ആ മനുഷ്യ സമൂഹത്തിനിടയിലേക്കാണ് അല്ലാഹു ദജ്ജാലിനെ പറഞ്ഞയക്കുക എന്നും പുണ്യ റസൂൽ. എന്താ പറഞ്ഞേ? ഭയങ്കര വാക്കല്ലേ. ഇബാദത്ത് 2ാം സ്ഥാനത്ത്, കളി 1ാം സ്ഥാനത്ത് വെക്കുന്ന ഒരു കൗമ് വരും. ഇപ്പൊ നമ്മൾ അങ്ങനെയാണ്. സുബഹിക്ക് വേണമെങ്കിൽ അലാറം വെച്ചിട്ട് എഴുന്നേക്കൂല. റമദാൻ മാസം പോലെ വേൾഡ് കപ്പ് വന്നപ്പോ അലാറം വെച്ച് എഴുന്നേറ്റിട്ട് കളി കണ്ടിട്ടുണ്ട്. സുബഹി നിസ്കാരത്തിന് അലാറം വെച്ച് എഴുന്നേക്കൂല. ഇബാദത്ത് 2ാം സ്ഥാനത്ത്, കളി 1ാം സ്ഥാനത്ത്. ഇങ്ങനെ ഒരു സമുദായം, ഇങ്ങനെ ഒരു കൂട്ടര് ഭൂമിയിൽ വരാനുണ്ട്. അവരുടെ ഇടയിലേക്കാണ് ദജ്ജാലിനെ പറഞ്ഞയക്കുക എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കാൻ സമയമായി, ദജ്ജാൽ വരാനും സമയമായി. ഈ സമുദായത്തിലേക്ക്, ഈ സമൂഹത്തിനിടയിലേക്ക് ചിലപ്പോൾ ഒരു തലമുറ അങ്ങോട്ട് കഴിഞ്ഞാൽ, നമ്മുടെ തലമുറ അങ്ങോട്ട് തീർന്നാൽ ചിലപ്പോ ഇബാദത്ത് ഉണ്ടാവൂല, കളി മാത്രമേ ഉണ്ടാവൂ. ഇപ്പോഴങ്ങനെയല്ലേ? നേരം വെളുക്കുന്നവർ ഉറക്കൊഞ്ഞിട്ട് ഫ്ലഡ് ലൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്തല്ലേ കളി. ഓന് ഇഷാസ്കരിച്ചിട്ടുണ്ടാവില്ല, ആ ചങ്ങായി ഇഷാസ്കരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ കളിക്കും നേരം വെളുക്കുന്നവരെ. നേരം വെളുക്കുന്നവരെ കളിക്കും. അപ്പൊ സുബൈ പോയിട്ടുണ്ടാവും, അത് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഇബാദത്ത് എവിടെ പോയി? കളി ഇവിടെ വെച്ചു. ഈ സമൂഹത്തിനിടയിലേക്ക് ദജ്ജാൽ വരും. ദജ്ജാലിനെ പറഞ്ഞേക്കല് അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് ദജ്ജാൽ വരുന്ന ആദ്യത്തെ അടയാളം കേൾക്കണോ നിങ്ങൾക്ക്? പുണ്യനബി പറഞ്ഞു കൊടുത്തു, ദജ്ജാൽ വരുന്ന 1ാമത്തെ അടയാളം എന്താണ്? സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് എന്താ? അപ്പ പറഞ്ഞു, മൗത്തി, എന്റെ മരണമാണ് ദജ്ജാൽ വരുന്ന ആദ്യത്തെ അടയാളമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിന്റെ മരണമാണ് ദജ്ജാൽ വരുന്ന 1ാമത്തെ അടയാളം. പിന്നെ പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നാൽ അവസാനം പറഞ്ഞ അടയാളം അത് വരുന്ന സമുദായത്തെ കുറിച്ച് റസൂൽ പറഞ്ഞു കൊടുത്തു. കളിക്ക് പ്രാധാന്യം കൊടുക്കുകയും ഇബാദത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന ഒരു മനുഷ്യ സമൂഹം വരും. അവരുടെ ഇടയിലേക്ക് ദജ്ജാൽ വരിക. അവർക്ക് കളിയുണ്ടാവും. ചിന്തിച്ചു നോക്കുക. അള്ളാഹു നമ്മളെ ദജ്ജാലിന്റെ ശർങ്ങളിൽ നിന്ന് കാത്തുരക്ഷപ്പെടുത്തട്ടെ. അപ്പോ ഈ ചുറ്റും നിൽക്കുന്ന മനുഷ്യന്മാരെല്ലാം ഇത് പണിയെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോ ഒരാളിങ്ങനെ പുറത്ത് തട്ടിയിട്ട് ചോദിച്ച്, നിങ്ങളാരാ? പറഞ്ഞട്ടി മൂപ്പർ ഞാനൊരു മുസാഫിറാണ്, ഒരു വഴിപോക്കനാണ്. ഒരുത്തൻ പറഞ്ഞു, എന്ത് പോക്കനായാലും തർക്കമില്ല, ഇന്ന് നമ്മളെ കൂടെ കൂടണം. എന്തിന്? നാളെ അടിയുണ്ടായാലും ഒട്ടിക്കാൻ ആള് വേണ്ടേ, അതുകൊണ്ട് പോകാൻ പറ്റൂല. മൂപ്പറാകെ ടെൻഷനായി. റഹ്മാനായ റബ്ബേ, ഗുരുവോട് ഞാൻ ചെയ്ത വാക്കിൽ ഉസ്താദിന്റെ ഗുരുത്തക്കേട് കിട്ടിയോ? ഇഴച്ചങ്ങ് പോയോ ഹൃദയം, ഗുരുത്തക്കടി എന്റെ ഫേലിൽ മുഴച്ചങ്ങ് നിന്നു ഇവിടം. അഹദായവനെ നീ പൊറുക്കേണേ, ഈ അടിയാരിൽ
സദയം പ്രപഞ്ചാധിപനെ നിൻ തിരുനോട്ടം നോക്കിടണേ ലുക്മാനിലായി. ചൊല്ലാം അഹദേ ഞാൻ എൻ വേദന എല്ലാത്തിനും തുണയേകണേ. ചെയ്തതു ഞാൻ അപരാധമോ എങ്കില് കേൾക്കൂ ഈ പ്രാർത്ഥന. ചൊല്ല അഹദേ ഞാൻ എൻ വേദന. ഉസ്താദിനോട് ഈ വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചത്. ഇപ്പൊ ഞാനിത് ജനങ്ങളെ കണ്ടല്ലോ. അപ്പൊ ഉസ്താദിനോട് തെറ്റിപ്പോയ ഞാൻ ആ ഒരു സങ്കടത്തിൽ മൂപ്പരെ പിടിച്ചോണ്ട് പോയിട്ട് ഒരു റൂമിലിട്ട് പൂട്ടി. ജനങ്ങളെ മുഴുവൻ ആ മുതലാളിന്റെ വീട്ടിലേക്ക് ഓടാൻ തുടങ്ങി. ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്ത മനുഷ്യന്റെ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങളെ മുഴുവൻ ഓടി. എല്ലാവരും കൂടിയപ്പോ കാണുന്നില്ല. അപ്പൊ ഓരോരുത്തൻ പറഞ്ഞ് നേരം വെളിച്ചിട്ട് വെളിച്ചത്ത് കണ്ടിട്ട് പോവാൻ തൊട്ട് കുത്തിയിരുന്നു. അപ്പൊ എന്റെ മുറ്റത്തല്ലിരുന്ന് മൊത്തം ജനങ്ങളടിയിരുന്നു. ആരും പോകുന്നില്ല. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ബെഡ്റൂം ഈ റൂമിന്റെ ഉള്ളിൽ സങ്കടത്തോടെ കരയുന്നു. ബാക്കിയുള്ളവരും മുറ്റത്തിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഇവരും ഉറങ്ങി. ഇരുന്നവനെല്ലാം ഉറങ്ങാൻ തുടങ്ങി. ഉറക്കത്തിൽ പ്രകടനം തുടങ്ങി. ഉറക്കത്തിലെ പ്രകടനങ്ങൾ ഇതാണ് ഉറക്കിലെ പ്രകടനം. ചിലപ്പോൾ ട്രെയിനിലെല്ലാം ഉണ്ടാവും. ഭയങ്കര ജനറേറ്റർ സ്റ്റാർട്ടാക്കിയ പോലത്തെ ഒച്ച ഉണ്ടാവും. ഉറങ്ങുന്നാക്കും ഉണ്ട്. ഇപ്പോൾ ഒരു സംഘടന, അതാണ് കൂർക്കം സംഘടന, കൂർക്കം ബലി. ഒരു പണിയില്ലാത്തവൻ വെറുതെ തന്നെ കൂർക്കം ബലിക്കലിനെ പറയുന്ന പണിയുള്ളത്. ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, ഇവിടെ ഉണ്ടത്? തൊഴിലുറപ്പ് ഉണ്ടല്ലേ? ഒരു പെണ്ണുങ്ങൾ ഛർദി കൂടിയിട്ട് ഛർദിക്കിടുന്ന പോലെ കാറിലോ ബസ് കയറിയിട്ട് കാറിപ്പോയി എന്ന് പറയുന്നല്ലേ. അപ്പം ഇത് കൂടിയിട്ട് ആശുപത്രി പോയി. ഡോക്ടർ പറഞ്ഞ ഭയങ്കര സംഭവമാണ്, ഇഞ്ചക്ഷൻ വെക്കണം. ഇഞ്ചക്ഷൻ ചന്തിക്കന്നെ വെക്കും വേണം. ചന്തിക്ക് വെക്കാൻ നോക്കിയിട്ട് ഡോക്ടർ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലാണോ ജോലി? പെണ്ണുങ്ങൾ വെച്ച് എങ്ങനെ മനസ്സിലായി? അല്ല, വെറുതെ ഇരുന്ന് തഴമ്പ് കെട്ടിയിട്ട് സൂചി കയറുന്നില്ല ആറില്. അപ്പോ ഇവിടെ ഉണ്ടാ അകത്താണ്ടാ അപ്പൊ ജമാഅത്തേര് തല്ലാൻ വരുമോ? തൊഴിലുറപ്പെല്ലാം കൂടി നമുക്ക് തല്ലുറപ്പായ അല്ല അതാ ശരി. ഇവിടെ എല്ലാം പിന്നെ അങ്ങനെ സൂചി കയറുന്ന തൊഴിലുറപ്പേ ഉള്ളൂ. അപ്പൊ ഇവരെല്ലാം ഉറങ്ങിയപ്പോ മൂപ്പരമെല്ലാം സ്ഥലം വിട്ട് എല്ലാ ആൾക്കും അടുക്കൂട്ട് സ്ഥലം വിട്ട് ഇങ്ങനെ പോകുമ്പോ അവസാനം ഒരു വയസ്സായി ഉപ്പാപ്പ അടുക്കുന്നുണ്ട്. ഇയാൾ അടുത്തുകൂടെ പോകുമ്പോൾ ഇയാൾ ഉറങ്ങിയിട്ട് ഇയാൾക്ക് ഉറക്കം പിടിക്കുന്നേ ഇല്ലു. ഇയാൾ ഈ ഉറക്കിന്റെ ഹാലിൽ ഇങ്ങനെ ഉൾക്കുമാറെല്ലാം സ്ഥലം വിടുന്ന വന്നിട്ട് ഇയാൾ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ പോവാണോ എന്ന് വെച്ചു. ഞാൻ പോവാണെന്നാണ്. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരുപാട് ദൂരം അങ്ങോട്ട് നടന്നപ്പോ ഒരു ശുഭ്ര വസ്ത്രധാരി പ്രത്യക്ഷപ്പെട്ട ഒരു വെളുത്ത വസ്ത്രം ധരിച്ചാൽ, അസ്സലാമു അലൈക്കും യാ ലുക്മാൻ. വലൈക്കും സലാം. നിങ്ങൾ ആരാണ്? ഞാൻ ആരാണെന്നൊക്കെ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് സന്തോഷ വാർത്ത? ആയതറിഞ്ഞിടണേ ഇന്നലെ ആ പൊന്നൂറ് നമ്മെ വിട്ട് പോയതറിഞ്ഞിടണേ. ലുക്മാനെ നീ കേട്ടിടണേ കുതുബുസമാൻ ആയതറിഞ്ഞിടണേ. ഇന്നലെ ആ പൊന്നൂറ് നമ്മെ വിട്ട് പോയതറിഞ്ഞിടണേ. ഈ രാത്രി തന്നെ ചെന്നിടണം കഅബതൻ മണ്ണിൽ, റിജാലു ഗൈബ് സംഗമത്തിൽ ചേർന്നിടൂ നിങ്ങൾ. ഈ രാത്രി തന്നെ ചെന്നിടണം കഅബതൻ മണ്ണിൽ, റിജാലു ഗൈബ് സംഗമത്തിൽ ചേർന്നിടൂ നിങ്ങൾ. ഇസ്മുൽ അഅ്ളം പഠിച്ചാൽ എത്തിടാം ദൂരെ, ശക്ക് മനസ്സിൽ വേണ്ട കണ്ണടക്കൂ ചാരേ. ഇസ്മുൽ അഅ്ളം പഠിച്ചാൽ
കൈബാലെത്തിടാം ദൂരെ ശക്ക് മനസ്സിൽ വേണ്ട കണ്ണടക്കൂ ചാരേ വന്ന മലക്കത് പഠിപ്പിച്ചു കഴിഞ്ഞുടനാ ലുക്മാനെ നീ കേട്ടിടണേ കുതുബുസമാ ആയതറിഞ്ഞിടണേ. വന്നതൊരു മനുഷ്യകോലത്തിൽ വന്ന മലക്കായിരുന്നു. മലക്ക് വന്നിട്ട് പറഞ്ഞു, ലുക്മാൻ, താങ്കൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഓരോ കാലഘട്ടത്തിലും സമുദായം പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ അല്ലാഹു ഔലിയാക്കന്മാരിൽ ഒരാളെ ഖുതുബുസ്സമാനായിട്ട് നിയോഗിക്കും. സമൂഹത്തെ നയിക്കാൻ ഔലിയാക്കന്മാരിൽ ഒരാളെ ഖുതുബുസ്സമാനാക്കും അല്ലാഹു. മഹാനായ മംറ സയ്യിദ് അലവി തങ്ങളെ പോലെ, ഉള്ളാൾ സയ്യിദ് മദനി ഖദ്ദസല്ലാഹു സിറഹുൽ പോലെ ചില മനുഷ്യന്മാരെ അല്ലാഹു എന്ത് ചെയ്യും? ഖുതുബുസ്സമാനികളാക്കും. ഈ കാലഘട്ടത്തിൽ ഖുതുബുസ്സമാനായ മനുഷ്യൻ ഈ രാത്രി അന്തരിച്ചിട്ടുണ്ട്. തലസ്ഥാനത്ത് അല്ലാഹു താങ്കളെ നിയോഗിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇപ്പോ കഅബാലയത്തിലെത്തണം. കഅബാലയ റിജാലുൽ ഗൈബ് ഉണ്ട്. റിജാലുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യ പുരുഷന്മാർ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. അവരുടെ മുന്നിൽ നിങ്ങൾ എത്തണം, അവർക്ക് നിങ്ങളെ ബൈഅത്ത് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ കഅബാലയത്തിലെത്തണം. ലുക്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 1000 കാതങ്ങൾക്ക് അപ്പുറത്തുള്ള കഅബത്തിൽ ഞാനിപ്പോൾ എങ്ങനെ എത്താനാ? അപ്പൊ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇസ്മുലെല്ലാം പഠിപ്പിച്ചു തരാം. കണ്ണടച്ചിട്ട് അത് ചൊല്ലുക. കണ്ണു തുറക്കുമ്പോൾ എവിടെയാണോ ലക്ഷ്യം അവിടെ ഉണ്ടാവുന്നത്. 9 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഒരു 30 ചെയ്ത് നിന്നാ എന്റെ കുട്ടിക്ക് ഒരു 6-ാം ഇന്ദ്രിയം കറാമത്ത് കൊടുക്കണതാ. ഇത് ഇവിടെ സംഭവിക്കാൻ പോവാണ്. മലക്ക് ഇസ്മുലെല്ലാം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങൾ. അത് മനസ്സിൽ വെച്ച് ചൊല്ലി കണ്ണു തുറക്കുമ്പോഴേക്ക് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു കഅബാലയത്തിലെത്തിയിരുന്നു. അവിടെ സമ്മേളിച്ച അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുമായി സന്ധി ചെയ്തു, ബൈഅത്ത് ചെയ്തു. അങ്ങനെ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തവാഫും കഴിഞ്ഞ് നേരം വെളുത്ത് ആ നാടും വിട്ട് അകന്നു പോയി. ഇവിടുത്തെ കഥ എന്താ? നേരം വെളുത്തപ്പോൾ തന്നെ ജനങ്ങൾ കണ്ണും തുറന്നിട്ട് ഓടാൻ തുടങ്ങി റൂമിലേക്ക്. മൂപ്പരൊന്ന് കാണാൻ വേണ്ടി. അവിടെ പോയപ്പോൾ കാണുന്നില്ല, ആരുമില്ല. അപ്പൊ ഒരാൾ പറഞ്ഞു, ഒട്ടിക്കുന്ന ആളാണ്, എവിടെയും അടിയിൽ ഒട്ടിപ്പോയിട്ടുണ്ടോ? അടിയിലും ഇല്ല. നോക്കി മൊത്തത്തിൽ. അതിൽ ഒരു പെണ്ണുങ്ങളെ കൊണ്ട് ഡോക്ടറെ തോറ്റ് പറഞ്ഞത്, സർ, എൻ്റെ ഭർത്താവിനൊരു സൂക്കേടുണ്ട്. എന്ത്? എൻ്റെ കൂടെ ബെഡിൻ്റെ മേലെ കുറച്ച് സമയം കിടക്കും, പിന്നെ ബെഡിൻ്റെ അടിയിൽ പോയിട്ട് മലർന്നു കിടക്കും. കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റ് മേലെ കിടക്കും, പിന്നെ അടിയിൽ പോയിട്ട് കിടക്കും. ഡോക്ടർ പറഞ്ഞ്, ആദ്യമായിട്ടാണല്ലോ അപ്പം ഇങ്ങനത്തെ രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്, ഇതിനെന്ത് ഗുളിയാ ഞാൻ തരിക? എന്താ എൻ്റെ ഭർത്താവിൻ്റെ ജോലി? അപ്പൊ പറഞ്ഞു, വർക്ക്ഷോപ്പിൽ കാർ നന്നാക്കല പണി. എന്നാ തന്നെ ഇടക്കിടക്ക് അടിയിൽ പോയിട്ട് മലർന്ന് നടക്കുന്നത്. കാർ കാണിക്കാണ്ടിരുന്നാൽ മതി, ലെവലായിക്കോളൂ. അപ്പൊ അങ്ങനത്തെ രോഗം ഉണ്ടാവും മനുഷ്യന്മാർക്ക്. അടിയിൽ നോക്കി അടിയിലുമില്ല, മേലിയില്ല, മേലിന്ന് ഓടിയില്ല. അപ്പോഴേ വയസ്സായ ഉപ്പാപ്പ പറഞ്ഞു, അയാൾ ഇന്നലെ രാത്രി പോയിന്നാണ്. പോരാണ്ട് ചൂടായിട്ട് പറഞ്ഞു, എനിക്ക് ഉപ്പാപ്പ നിങ്ങൾക്ക് പിടിച്ചു വെച്ചൂടെ? അയാൾ പറഞ്ഞു, ഉറക്കം പിടിക്കുമാ മക്കളെ. അയാൾ പോയത് ഉറക്കം പിടിച്ചു, അയാളെയും പിടിക്കേണ്ട ആഫിയത്ത് എനിക്കില്ല. ലുക്മാൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്നും നാട് വിട്ടിട്ടുണ്ട്. കുറേ ദൂരം നടന്നപ്പോ ആ റബ്ബ് പരീക്ഷണം കൊടുക്കുക. തഖ്വയുള്ളവർക്കാണല്ലോ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുക്കുക. നടന്ന് പോകുമ്പോൾ ഒരു യാചകൻ വന്നു. യാചകൻ ഇങ്ങനെ വാങ്ങുന്ന ഒരാളില്ല. അതിനെന്താ നിങ്ങൾ പറയല്? മേങ്ങികൾ. മേങ്ങി ഇങ്ങനെ വാങ്ങുന്നത്. ആ ബക്കറ്റ് കൊണ്ടുവന്ന മക്കളല്ലട്ടാ, അത് പിരിവിന് വന്ന. ഇത് വെറുതെ ഇങ്ങനെ മേങ്ങുന്ന കുറെ ടീമുണ്ട്. ഒരുത്തങ്ങനെ നിങ്ങൾ ബസ് സ്റ്റാൻഡിലൊക്കെ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പാട്ടും പാടിയിട്ട്, ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതവാരം. അയ്യാ, ഒരാഴ്ചയായി ചിക്കൻ ബിരിയാണി അടിക്കാത്തത്, എന്തെങ്കിലും തരണേ. നമ്മൾ 3 ആഴ്ചയായി പൈസ കൊടുത്തടിക്കാത്തത്, ഫ്രീ ആയിട്ട്. അപ്പോ ഇങ്ങനെ ഒരു ചങ്ങായി വന്നിട്ട് ലുക്മാൻ റളിയല്ലാഹു അൻഹു മുന്നിൽ വന്നിട്ട് പറഞ്ഞു, സഹോദരാ എന്തെങ്കിലും താ. ലുക്മാൻ റളിയല്ലാഹു അൻഹു ചിരിച്ചോണ്ട് പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ പോലത്തെ ഒരു മനുഷ്യനാണ്, എന്റെ അടുത്ത് ഒന്നുമില്ല, ഈ പണി മോശ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നീ പോ. അല്ല എന്തെങ്കിലും താ. ഒന്നുമില്ല സഹോദരാ, നീ പോ. അല്ല എന്തെങ്കിലും താ. ഒന്നുമില്ല, നീ അങ്ങനെ ചോദിക്കല്ല, എന്റെ അടുത്ത് ഒന്നുമില്ല, ഉടുത്ത തുണിയുള്ളൂ, അതങ്ങനെ ടൈച്ചാൽ പിന്നെ എനിക്ക് നാണം മറക്കാൻ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഒന്നുമില്ല, നീ പോ. അല്ല എന്തെങ്കിലും താ. സുബ്ഹാനല്ലാഹ്, കുടുങ്ങി. നമ്മളോട് ഒരാളിങ്ങനെ ചോദിച്ചാൽ എന്താ ഉണ്ടാകാറിയോ? എന്തെങ്കിലും എന്താന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മാന്യമായിട്ട് പറയും, ഒന്നുമില്ല. അപ്പൊ എന്തെങ്കിലും താ. ഇന്നോടല്ലേ പറഞ്ഞു ഒന്നുമില്ലാന്ന് പോയാ? എന്തെങ്കിലും താ. ഒന്നുമില്ല, ഇന്നോടല്ലേ പറയാ? എന്തെങ്കിലും താ. എന്നാ പിടിച്ചാ ബിസ്മില്ലാ, കൊടുത്ത് സമാധാനം. ചോദിച്ചോർക്കും ലാഭം, കിട്ടിയാക്കും ലാഭം. ഈ മൂപ്പര് സമാധാനത്തെ പറയാം. അവസാനം ഇയാള് വെടിപൊട്ടി. ഇത് ഒറിജിനൽ യാചകനല്ലോ, ഇത് റബ്ബ് അയച്ചതാ പരീക്ഷണ. അപ്പൊ മൂപ്പര് അവസാനം ഒരു വെടിപൊട്ടിച്ചു. ലുക്മാൻ എന്താ ചെയ്യാൻ നോക്കാൻ വേണ്ടി അവസാനം പറഞ്ഞു, അല്ലാഹു സാക്ഷി, എന്തെങ്കിലും താ. യാ റബ്ബേ, അതൊരു വല്ലാത്ത ചോദ്യം. അല്ലാഹുവാണ് സാക്ഷി, എന്തെങ്കിലും താ. ലുക്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ പറയല്ല, ഞാൻ നാളെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകേണ്ടവനാണ്, അതുകൊണ്ട് നീ അങ്ങനെ പറയല്ല. അയാൾ പറഞ്ഞു, അല്ലാഹു സാക്ഷി, എന്തെങ്കിലും താ.
പറച്ചോനെ, നിന്നെ സാക്ഷി നിർത്തി ഇയാൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഇയാൾ അവഗണിച്ചു വിട്ടാൽ നീ എന്നോട് ചോദിക്കുമല്ല റബ്ബേ. ഒരു പാവപ്പെട്ടവൻ നിന്റെ മുന്നിലേക്ക് ഞാൻ അയച്ചിട്ട് എന്നെ സാക്ഷി നിർത്തി ചോദിച്ചപ്പോൾ അവനെ അവഗണിച്ചത് എന്നെ അവഗണിച്ച പോലെയല്ലേ എന്ന് അല്ലാഹുവേ നീ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയാ? എന്നിട്ട് മൂപ്പര് എന്റെ അടുത്ത് ഒന്നുമില്ല, നീ പോ, അല്ലാഹു സാക്ഷി എന്തെങ്കിലും റബ്ബേ. മൂപ്പര് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ അല്ലാഹുവിനെ സാക്ഷി നിർത്തി ചോദിച്ചക്ക് ഇന്നെ വിടാൻ പറ്റൂല, ഞാൻ എനിക്കൊരു സാധനം തരാം, ഞാൻ എന്നെ തരാം, ഞാൻ എന്നെ തരാം. ആരെങ്കിലും കൊടുക്കോ? സ്വന്തം ശരീരം ദാനം ചെയ്യോ? ഇയാള് ഞെട്ടി, എന്തെങ്കിലും പറഞ്ഞത്? ഞാൻ എന്റെ ശരീരം നിനക്ക് തരാം, നീ അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് വിറ്റോ, നല്ല കാശ് കിട്ടുമല്ലോ, ഞാൻ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനല്ലേ, വിറ്റിട്ട് പൈസ എടുത്തോ, നീ ജീവിക്കുക. സ്വന്തം ശരീരം ധർമ്മം ചെയ്ത് നല്ല രസം ഉണ്ടാവും. നമ്മളാകെ എന്താ കാശ് ഓനെ പിടിച്ചു കൊടുത്തിട്ട് അപ്പുറം ബുക്കും ചോദിച്ചോലെന്താ നമ്മ ബുക്കും. നമ്മള് വല്ലാത്ത സാധനല്ലേ. ഈ യാചകന് കാറ്റടിച്ച പോലെ എണീച്ചെന്ന് പണ്ട് സൈക്കിള് ലൈറ്റ് ഇല്ലാത്ത സൈക്കിൾ എടുത്തപ്പോ പോലീസ് കുടിച്ചിട്ട് വെച്ചു, എവിടെയാണോ ലൈറ്റ് വെച്ച്? ഇവൻ പറഞ്ഞു സർ സ്ട്രീറ്റ് ലൈറ്റ് മൊത്തം ഉണ്ടല്ലോ രാത്രി, പിന്നെ എന്തിനാ പ്രത്യേക ലൈറ്റ്? പോലീസ് കുത്തിയെന്ന് സൈക്കിളിന്റെ കാറ്റ് അയച്ചിട്ട് പറഞ്ഞിട്ട് നല്ല കാറ്റുണ്ടല്ലോ മോനെ, പിന്നെ എന്തിനാ ടയറിന് പ്രത്യേകം കാറ്റ്? അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും. അപ്പോ യാചകന് കാറ്റടിച്ച പോലെ എണീച്ചെന്ന് ഉടനെ അവൻ പറഞ്ഞു, ഏയ് നാൻ താൻ മുതലാളി, നീ താൻ അടിമ. ആരോട് പറയുന്നു? മഹാനായ ലുക്മാൻ. മൂപ്പരും ശരി, നീ എന്റെ മുതലാളിയാണ്, ഞാൻ നിന്റെ അടിമയാണ്. എന്നാൽ നടക്ക്, എങ്ങോട്ട്? കിഴക്കോട്ട്. അവിടെ എന്താണ്? അവിടെയാണ് അടിമച്ചന്ത. രണ്ടാളും സൂക്കില് പോയി, അടിമച്ചന്തയിലെ കന്ന് പോയി, അവരാ കാഴ്ചയില ബാധിച്ചു പോയി, അവരിലൊരാളും അടിമയായി. ചെന്നാരേ നിന്നാരേ ഹോയ് ഹോയ് നിന്നാരേ നിന്നാരേ, ചെന്നാരേ നിന്നാരേ ഹോയ് ഹോയ് നിന്നാരേ നിന്നാരേ. അതെ, മഹാനായ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഇയാള് അടിമച്ചന്തയിലേക്ക് പോയി. അടിമച്ചന്തയിൽ ഒരു മൂലക്കാട് കൊണ്ട് വെച്ച് നിർത്തി. എന്നിട്ട് ഇയാളൊരു ഉഗ്രൻ അനൗൺസ്മെന്റ് നടത്തി, മനുഷ്യന്മാരെ, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. നല്ല കണ്ണ്, നല്ല മൂക്ക്, നല്ല തല, എല്ലാം നല്ലത്, ബുദ്ധി മാത്രമില്ല. അവിടെയല്ല, അവിടെ ബുദ്ധി ഓവറാ. അങ്ങനെ ജനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നപ്പോ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, 25 വയസ്സല്ലേ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനൊക്കെ തന്നെയാണ്. പക്ഷെ വില കുറച്ച് കൂടുതലാണ് ഇയാൾ പറയുന്നത്. 190 പൊന്നാ പറയുന്നത് ആ കാലത്ത്. ആ വലിയ വില അന്ന്. ഇന്ന് 190 പൊന്നെന്നൊക്കെ പറഞ്ഞ വലിയ പൈസ തന്നെയല്ലേ. ഒരുപാട് ആള് വേണ്ടാട്ട് പോയി. അപ്പൊ ഒരു കുടിയൻ വന്നു, ഒരു കുടിയൻ. അമീത് പോയാ കുടിക്കാനാ? ഒരു ഡ്രിങ്കിങ് ആള് വന്നു. അവങ്ങനെ നോക്കി, ഒരു ഹാഫാണ്, അത് ഫുള്ളൊന്നല്ല നോക്കി. എന്നാ വില? മൂപ്പർ പറഞ്ഞു 190. ശരിയാവില്ല. അങ്ങ് നടന്നു പോയി. പോകുമ്പോ ഒരു ബ്രോക്കർ ഓടി വന്നു. ഈ ബ്രോക്കർ ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടാവും ഇല്ലേ? ഉണ്ട്, ഉറപ്പല്ലേ? ചില ബ്രോക്കർ നല്ല ബ്രോക്കറായിരുന്നു. അപ്പോ ചില ബ്രോക്കർമാർ വല്ലാത്ത ബ്രോക്കറാണ്. അങ്ങനെ ബ്രോക്കർ ഓടി വന്നു. ആ പോണ മനുഷ്യനെ കുടിയനോട് അടുക്ക്. എന്നിട്ട് യാചകനോട് പറഞ്ഞു, നീ ആദ്യമായിട്ടാണ് ഒരു അടിമ ഇവിടെ വിൽക്കാൻ കൊണ്ടുവരുന്നത് അല്ലേ? അതെ. വലിയ വിലയെന്നും പറഞ്ഞ് വലിയ ആളാകണ്ട, ഞാൻ കുറെ കാലമായി ഇവിടെ ഇങ്ങനെ നടക്കുന്നു, ചെറിയ പൈസക്ക് വിറ്റോളണം, ഞാൻ പറയുന്ന വിലക്ക് വിൽക്കണം. അപ്പുറത്ത് പോയി അയാളോട് വെച്ചു, നിങ്ങൾക്ക് അടിമനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വില കുറച്ച് കൂടുതലാണ്, ശരിയാവില്ല. എത്രക്ക് നിങ്ങൾ എടുക്കൂ? കുറച്ച് അഡ്ജസ്റ്റ് ഉണ്ടായി എടുക്കാം. ഒരു 160 ഞാൻ വാങ്ങി തെറ്റി വെച്ചു. കുടിയൻ പറഞ്ഞു, ആയിക്കോട്ടെ 160 വാങ്ങി, ശരിയാ, ഞാൻ എടുക്കാം. തിരിച്ചു വന്നിട്ട് പറഞ്ഞു 140 മിനിറ്റോളം. 160 അവിടെ കച്ചവടം, 140 ഇവിടെ കച്ചവടം, 20 ശൂന്യാകാശത്തില് റോക്കറ്റ് പോയി. ഇതാണ് ബ്രോക്കർ പണി. അവിടെ പോയി ഇവിടെ 20 വെറുതെ പോക്കറ്റായി. രാവിലെ തുടങ്ങണ്ടേ, അടി പാർസൽ വരുന്ന പണിയായിരുന്നു. ചിലപ്പോ അങ്ങനത്തെ എത്ര ബ്രോക്കർമാരുണ്ട് അടി പാർസൽ വാങ്ങുന്നത്. ഒരുത്തനല്ലേ പറഞ്ഞത്, ഒരു ഉപ്പ പോയിട്ട് പറഞ്ഞു, എൻ്റെ മോക്കൊരു പുയ്യാപ്പളിനെ വേണ്ടടാ ബ്രോക്കറെ, നല്ല താമര പോലത്തെ പുയ്യാപ്പള വേണമെന്നാണ്, അടിപൊളിയായിരിക്കണം എന്നാ പറഞ്ഞത്. ഇയാൾ പറഞ്ഞു കുറെ താമര എൻ്റെ അടുത്തുണ്ട്, തരാറുണ്ട്. കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഫുള്ള് കുടിയനായ ഒരു ചക്കനെ. ബ്രോക്കറെ പിടിച്ച് 2 അടി കൊടുത്ത് പണിൻ്റെ ഉപ്പ. ഇന്നോടുണ്ടോ നമുക്ക് ഇന്നോട് താമരാന്ന് പറഞ്ഞിട്ട്, താമരാന്നല്ലേ പറഞ്ഞു. താമര എപ്പം വെള്ളത്തിലായി, ഈ ചങ്ങനെ എപ്പം വെള്ളത്തിലാറും.
അതാണ് ബ്രോക്കർ മസല, നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോ 140 ഇവിടെ കച്ചവടം, 160 അവിടെ കച്ചവടം, പിടിച്ചിട്ട് ഇവിടെ കൊടുക്കുമ്പോഴേക്ക് 20 വെറുതെ പോക്കറ്റിട്ട്. ഇത് ലുക്കുമാർ എല്ലാവരും ശരിക്കും നോക്കിയിട്ടുണ്ട്, തട്ടിപ്പും വെട്ടിപ്പോ. അങ്ങനെ ഇയാൾ ചോദിച്ചു, എന്താ നിന്റെ പേര്? അടിമയോട് ചോദിച്ചു. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അബ്ദുള്ള. പേര് അബ്ദുള്ള എന്നല്ല, ഞാൻ അബ്ദുള്ള. എന്താ അർത്ഥം? ഞാൻ അള്ളാന്റെ അടിമ, ഞാൻ അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥത്തിൽ പറഞ്ഞു ഞാൻ അബ്ദുള്ള. ലുക്മാൻ ഹക്കീം എന്ന് പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞാൽ പിന്നെ ചങ്ങായി ബോധമില്ലാണ്ട് കൊണ്ടുപോയില്ലേ. അങ്ങനെ കൂട്ടിയിട്ട് പോകുമ്പോ ബാക്കിൽ നിന്ന് മൂപ്പര് ചിരിച്ച്, ആര് ലുക്മാൻ എല്ലാവരും ഫോട്ടോ ഓർത്ത് ചിരിച്ചു. ചിരിച്ചപ്പോ ഇയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അബ്ദുള്ള എന്നാ ചിരിക്കണ് അണാ? മൂപ്പര് പറഞ്ഞു, മലയാളി ഞാൻ അങ്ങനെ എന്തോ ചിരിച്ചു പോയതാ. പിന്നെയും ചിരിച്ചുപോയി. അപ്പൊ ഇയാൾ പറഞ്ഞു, നീ എന്നെ കളിയാക്കി ചിരിക്കാൻ, സത്യം പറ. മൂപ്പർ ഞാൻ വെറുതെ ചിരിച്ചു പോയത് അതല്ല, നീ കാര്യം പറഞ്ഞാലേ പെടൂന്ന്. അപ്പം മൂപ്പര് പറഞ്ഞു, ഞാൻ ചിരിച്ചത് ഇതിനു വേണ്ടിയാണ്. ഖബറിനുള്ളിൽ മേശയില്ല, മുൻകർണ കീറ മാലാഖമാർ കൈക്കൂലി വാങ്ങാൻ നിൽക്കുകില്ല. എന്നിട്ടുമെന്തിന് കാശെന്ന കടലാസ് ആശയാലോശാരം കൂട്ടുന്നു നീ. പോരാ പണം പോരാ എന്ന ദുരാഗ്രഹത്താൽ മരണം മറന്നെന്നും ഓടുന്നു നീ. കഫൻ പുടവയ്ക്ക് കീശയില്ല, ഖബറിനുള്ളിൽ മേശയില്ല, മുൻകർണ കീറ മാലാഖമാർ കൈക്കൂലി വാങ്ങാൻ നിൽക്കുകില്ല. ഞാൻ ചിരിച്ചത് അതുകൊണ്ടാണ്. ഒരു മനുഷ്യനും കബറിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ചില്ലിക്കാശും കൊണ്ടുപോകില്ല. ലോക ചരിത്രത്തിൽ ഇന്നവരെ കഫൻ പുടവൊക്കെ കീശ അടിച്ചിട്ടുണ്ടോ? പോക്കറ്റ് ഇല്ലല്ലോ. കൊണ്ടുപോയാൽ അവിടെ വെക്കാൻ മേശയോ ലോക്കറോ കബറിൻ്റെ ഉള്ളിലുണ്ട്, അതുമില്ല. അപ്പൊ ദുനിയാവിൽ തമ്മാടിത്തരം തട്ടിപ്പും വെട്ടിപ്പും പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന കണ്ടപ്പോ ചിരി വന്നു പോയതാന്ന്. അപ്പൊ ഇയാൾ പറഞ്ഞു, അബ്ദുള്ള നീ ആള് ശരിയില്ലട്ടാ. എന്തേ? നീ നമ്മളെ പേർക്ക് പറ്റൂല. എന്താ? എന്റെ പേർക്ക് കുറച്ച് പൈസയിലുള്ളതാ. എന്നിട്ട് ഞാൻ ഇതേപോലത്തെ ഭയം പറയും, എന്നിട്ട് ഞാൻ എല്ലാം കൂടി അങ്ങ് തരും. ഒന്നുമില്ലാണ്ടാവും. അതുകൊണ്ട് വേണ്ട. നല്ലത് പറയുന്നത് ശരിയാവില്ല, അങ്ങനെ ഉണ്ടല്ലോ. നല്ലത് പറഞ്ഞാൽ ഇത് പത്രം വായിച്ചിട്ട് പറഞ്ഞില്ലേ, പത്രം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കള്ളു കുടിച്ചാൽ ക്യാൻസർ വരുമെന്ന്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി പത്രം വായിക്കൂല. കള്ളു കുടിക്കൂല എന്നല്ല, പത്രം വായിക്കൂല. ഇതെങ്ങനെയുണ്ട് മനുഷ്യന്മാർ? അപ്പോ തിരിച്ചു വിറ്റിട്ട് ഇയാൾ അടിമച്ചന്തയെ കൊണ്ട് തിരിച്ചു വിറ്റ് ഒരു മുഴുക്കുടിയൻ, ഫുൾ കുടിയൻ അയാൾ വാങ്ങിയത് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ 190 തന്നെ കൊടുത്തിട്ട് വാങ്ങി. അയാളെ പഴയ പൈസ കൊടുത്ത് പറഞ്ഞു കൊടുത്ത് പിടിച്ചോണ്ട് ഇയാളും ചോദിച്ചു എന്താ പേര്? അപ്പോഴും മൂപ്പര് പറഞ്ഞു ഞാൻ അബ്ദുള്ള. ഇയാളെ പോരെ കൊണ്ടുപോയി പൊറന്റെ മുറ്റത്തെത്തിയിട്ട് സ്റ്റെപ്പിന്റെ മേലെ കയറി നിന്നിട്ട് ഇയാൾ അകത്തേക്ക് വിളിച്ചു, സബീദ. ഒരു പെണ്ണ് ഓടി വന്നു, എന്താ പാപ്പാ? ചാക്കുണ്ടാ? ചാക്ക് ഉണ്ട് ഒന്ന് എടുത്തിട്ട് പറഞ്ഞു. ഒരു ചാക്കെടുത്ത് കൊണ്ട് കൊടുത്തു. ആ ചാക്കെടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ആ ചാക്ക് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പിടിക്കാർ. മൂപ്പര് പിടിച്ചു. മലയാളി എന്ന സാധനമല്ലേ, ആദ്യമായിട്ട് തരുന്ന സദക്കയുന്ന സാധനം പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ വീടാണ്, ഇതിന്റെ അകത്ത് 3 പെൺകുട്ടികളുണ്ട്, ഉമ്മയില്ലാത്ത മക്കളാണ്. മൂത്തതി കണ്ടത് പേര് സബീദ, വേറെ 2 ഉണ്ട് പേര് പറയാൻ ആഗ്രഹിക്കാത്ത 2 കുട്ടികൾ. അവർ പെണ്ണുങ്ങൾ വയലിന് പൈസ വെച്ചിട്ടുള്ളൂ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത കുന്നുംപുറത്ത് ഖദീസ 101 റുപ്യ സംഭാവന. പിന്നെ എന്ത് പേര് പറയാനോളം ആഗ്രഹിക്കാനുള്ള പോയാലോ. കണ്ണൂരിൽ ഞാനിത് സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ട് ജനങ്ങളെല്ലാം കൂടി ഇങ്ങനെ നോക്കുന്നു. പയ്യ ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്റ്റേജ് കെട്ടിയത് കുന്നുംപുറത്ത് ഖദീസാന്റെ പറഞ്ഞ 106. ഓളെ മുറ്റത്തെന്നാ ഞാൻ ഇത് വിളിച്ചു പറഞ്ഞു. ഒലക്കെടുത്ത് തല്ലാത്ത എന്റെ ഭാഗ്യ. അപ്പൊ ഇവിടെ പേര് ചരിത്രത്തിൽ പറയാത്തോണ്ട് ഞാൻ പറഞ്ഞത്. ആ 2 കുട്ടികളുടെ പേര് ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല, ഈ സബീദ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് പറഞ്ഞു, അപ്പൊ മൂപ്പര് വെച്ചു, നീ വീട്ടിൽ കയറാൻ പാടില്ല പറഞ്ഞു. ഞാൻ അവിടെ കിടക്കാന്ന് വെച്ചു. അതാണ് നിന്റെ ഗസ്റ്റ് ഹൗസ്. ആ ഗസ്റ്റ് ഹൗസ് കിടന്നോളൂ. ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ ഒട്ടകത്തെ കിട്ടുന്ന തൊഴുത്ത്, ഒട്ടകത്തിന് കിട്ടുന്ന അതിനെന്താ പറയല്? ഇവിടെ എന്താ പറയല്? കരേക്കെ ആല 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 എന്ന് പറയുന്നുണ്ടല്ലേ? ആല ആല ആലേന്ന ആല. CH പണ്ട് തമിഴ്നാട്ടിൽ പോയി തമിഴ് പറഞ്ഞപ്പോൾ തിരിച്ചു വന്നേരം പത്രക്കാർ ചോദിച്ചല്ലോ CHനോട്, നിങ്ങൾ ഇങ്ങനെ തമിഴ് അറിഞ്ഞാണ്ട് തമിഴ് പറഞ്ഞു. എല്ലാ വാക്കുകളും കുറച്ച് ചെരിച്ച് പറഞ്ഞപ്പോൾ തമിഴായതാന്ന്. അങ്ങനെ
തമിഴന്മാരെ കൊണ്ട് രസാ. നമ്മള് ചെറുപ്പത്തിലേ പഠിച്ചൊരു കഥയുണ്ട്. ആമയും മുയലും ഓട്ട മത്സരം നടത്തിയിട്ട് ആമ ജയിച്ചു മുയൽ തോറ്റു. അങ്ങനെയല്ലേ പഠിച്ചത്? അല്ല മോനെ, അങ്ങനല്ലേ പഠിച്ചേ? എന്നാൽ തെറ്റാത്. ശരി, ഞാൻ ഇപ്പം പറഞ്ഞുതരാം. നാളെ സ്കൂളിൽ പോയിട്ട് ടീച്ചർമാർ പറഞ്ഞത് സംഭവം എന്താണ്? ആനയും മുയലും ഓട്ട മത്സരം നടത്തി. അന്ന് ജഡ്ജി എന്നത്, ഈ മത്സരത്തിന് ജഡ്ജിന് ഉണ്ടാവുമല്ലോ, ഒരു അണ്ണാച്ചിയാ. അല്ല, മുയൽ ഓടി ജയിച്ചു. അപ്പൊ ഒരു ചങ്ങായി പോയി ചോദിച്ചു, സർ, മലയാളി ചോദിച്ചതാ, മുയലല്ലേ ജയിച്ചത്? ആ പണ്ണാച്ചി പറഞ്ഞു, ആമ ആമ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ആമ ജയിച്ചു എന്നായത്. സത്യം പഠിച്ചില്ല നിങ്ങൾ? ഇത്ര കാലമായി മുയല ജയിച്ചു ആമയെ ജയിച്ചു സംശയത്തിലിരിക്കുന്ന നമ്മൾ. ഇതാണ് സത്യം. ടീച്ചറോട് പറഞ്ഞു. അപ്പൊ ഇവിടെ നിനക്ക് ആ ഒട്ടകത്തിന്റെ ആലയുണ്ട്, അവിടെ കിടന്നു. മൂപ്പര് കൊണ്ടുപോയി ചാക്ക് 2 കഷ്ണാക്കിയിട്ട് 1 കഷ്ണം കാർട്ടനാക്കി ഫ്രണ്ടിൽ തൂക്കി, ഉള്ളിലുള്ളത് കാണാതിരിക്കാൻ. 1 കഷ്ണം കൊണ്ടുപോയി വിരിച്ച് റെഡിയാക്കി അടിച്ചു തെറിച്ച്. ഒട്ടകം ഇപ്പൊ ഇല്ലട്ടോ, അത് ലെവലാക്കി വെച്ച്. മൂപ്പര് ഇബാദത്ത് തുടങ്ങിയപ്പോ നല്ലോണം കള്ളം കുടിച്ച് വന്ന മുതലാളിക്ക് മുട്ട് തുടങ്ങി. മുട്ട് തുടങ്ങാൻ കിട്ടിയില്ലേ? എത്ര മുട്ടുണ്ടാക്കളെ നിങ്ങൾക്ക്? 4 മുട്ട്. കൈക്ക് 2 മുട്ട്, കാലിന് 2 മുട്ട്. ഇനി ഞാൻ പറയുന്ന മുട്ടും കൂടി അതിന്റെ കൂടെ എണ്ണിക്കോ. 2 കൈമുട്ട്, 2 കാലുമുട്ട്, ബുദ്ധിമുട്ട്, ശ്വാസം മുട്ട്, ദഫ് മുട്ട്, അറവന മുട്ട്, എത്ര മുട്ടായി? 10 മുട്ട് ഇപ്പം തന്നെ കിട്ടി. മുതലാളിക്ക് 10ാമത്തെ മുട്ട് എന്ന് പറഞ്ഞ ബാത്റൂമിൽ പോകണം, വെള്ളം വേണം. പഴയ കാലാണ്, ആ വെള്ളം കൊണ്ടുവരണം. അപ്പൊ 190 ദിർഹം കൊടുത്തിട്ട് കൊണ്ടുവന്ന അടിമയുണ്ട് അവിടെ. അടിമനെ വിളിച്ചു, അബ്ദുല്ലോ, വെള്ളം കൊണ്ടുവരാനാണ് വിളിക്കണത്. അബ്ദുള്ള വിവാദത്തില. അബ്ദുല്ലോ ഒന്ന് ഇറങ്ങിയിട്ട് വിളിച്ച്. അബ്ദുള്ള വിവാദത്തില. വിളിങ്ങനെ കേൾക്കുന്നുണ്ട്. മൂപ്പര് നിസ്കാരമൊക്കെ നിർത്തിയിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഇയാളെ കഥ എന്തായിരിക്കും? 190 പൊന്ന് കൊടുത്ത് ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന അടിമ ഞാൻ പിടിച്ചിട്ട് വന്നില്ലെങ്കിൽ ഇതിന്റെ ഒടുക്ക എന്ന് പറഞ്ഞു ഒട്ടക്കത്ത് തന്നെ ചാട്ടപ്പാർ വലിച്ചൂരിയിട്ട് മൂപ്പര് മുറ്റത്തേക്ക് ഇറങ്ങി. ലുക്മാറിൽ അവൻ ഓടി വന്നിട്ട് മുതലാളി വിളിച്ചോ, എന്താ പണിയെടുക്കേണ്ടത് വെച്ചാൽ അടിയാണ്ട് കൊടുത്തു. ചാട്ടവാറ് കൊണ്ട് തലക്കടിച്ചു. മൂപ്പര് അടികളും പറഞ്ഞു, അല്ലല്ല മുതലാളി, ഞാൻ പണി എന്തായാലും എടുത്തുതരാം, എന്താ വേണ്ടെന്ന് വെച്ചു. ആദ്യം പറഞ്ഞനുസരിക്കാം, എന്നിട്ട് പണിയെടുക്കാം. കൊടുത്ത് പിന്നെ അടി. അടി ഇങ്ങനെ കിട്ടുമ്പോ മൂപ്പര് സ്വന്തം ശരീരത്തോട് പറയാ, കൊള്ളണം, നിനക്ക് കൊള്ളണം. നീ പറഞ്ഞ സർവേശ്വര നീയൻ മാലിക്കല്ലാ, സഹനം തരേണമിൻ സുബ്ഹാനല്ലാ. സർവേശ്വര നീയൻ മാലിക്കല്ലാ, സഹനം തരേണമിൻ സുബ്ഹാനല്ലാ. സ്തുതി നിന്നിലെന്നും വിധി നിന്റെതെന്നും, സ്തുതി നിന്നിലെന്നും വിധി നിന്റെതെന്നും, സാധുവാം ഞാൻ ഇന്നറിയുന്നല്ലാ. സർവേശ്വര നീയൻ മാലിക്കല്ലാ, സഹനം തരേണമിൻ സുബ്ഹാനല്ലാ. അടി ഇങ്ങനെ കൊള്ളുമ്പോ മൂപ്പരോട് തന്നെ പറയാണ്, അടി നിനക്ക് കൊള്ളൽ കുറച്ച് ഗുണം ചെയ്യും. എനിക്ക് ഉസ്താദിന്റെ അടുത്തും തല്ല് കിട്ടിയിട്ടില്ല, ഉമ്മാന്റെ അടുത്തും പരന്നും കിട്ടിയിട്ടില്ല. കിട്ടേണ്ട കാര്യത്തിലായിട്ടില്ല. അതുകൊണ്ട് അടി നിനക്ക് കൊണ്ടാൽ ശരീരം ഒന്ന് ഒതുങ്ങി കിട്ടുമല്ലോ. അള്ളാഹുവിന്റെ പാവങ്ങളൊക്കെ പൊറുക്കുമല്ലോ അടി കിട്ടേണ്ട. അടി എന്ന് പറഞ്ഞാൽ നിർത്തുന്നില്ല, അടിയേ അടിയാണ്. ചാട്ടവാറ് ബേക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ തല്ലുന്നുണ്ട്, ഇങ്ങനെ അടിക്കാം. അവസാനം ചാട്ടവാറ് ബേക്കോട്ട് വെച്ച ചാട്ടവാറ് മുന്നോട്ട് വരുന്നില്ല. ഇതെവിടെയോ ബ്ലോക്കായി. ബ്ലോക്കുദ്ദീൻ ഇയാളൊന്നും കൂടി വലിച്ചു, നല്ലോണം മുക്കിയില്ല, മെല്ല തിരിഞ്ഞു നോക്കി. ആരോ ഈ ചാട്ടവാറ പിടിച്ചിട്ട് അടി ഇരിക്കുന്നു. കള്ളൂടിനാ. ശരിക്കും നോക്കുമ്പോ തന്റെ മോളാ സബീദ. സബീദ ചാട്ടവാറ വിടാണ്ട് ഇതിന്റെ വാപ്പാക്ക് എന്താ വട്ട് പിടിച്ചു വെച്ചു. എന്തടി നിങ്ങളെന്തിനാ പാവത്തിന് തല്ലുന്നു വെച്ചു. 190 ദിർഹം കൊടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ഇവനെ കൊല്ലും, എനിക്ക് എന്റെ അവകാശം ഉണ്ട് പറഞ്ഞു. അപ്പൊ പെണ്ണ് ചിരിച്ചോണ്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉപ്പ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് അള്ള പറഞ്ഞയച്ചിട്ട് എത്ര കൊല്ലായി, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അള്ള പറഞ്ഞതനുസരിച്ചാ, പടച്ച റബ്ബ് പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ എല്ലാവരും അനുസരിച്ചാ. അപ്പൊ അള്ള നമുക്ക് തല്ലാൻ തുടങ്ങി, എന്തായാലും നിങ്ങൾ കൊള്ളാൻ കഴിയുമെന്ന് വെച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, അത് ശരി, എനിക്ക് അടിമയോട് നല്ല സ്നേഹമുണ്ടല്ലേ, എന്നാലേ അടിമ നീ കല്യാണം കഴിച്ചോ. എന്ത് ഈ അടിമയെ മംഗലം കഴിച്ചോടി? ഒരടിമ മനുഷ്യനെ മംഗലം കഴിക്കാന്ന് പറഞ്ഞാൽ അന്ന് ലോകത്ത് ഏറ്റവും വൃത്തിയായിട്ട് പണിയുക. അപ്പൊ സബീദ ബാപ്പനോട് ബാപ്പ എന്താ പറയണത്? എനിക്ക് അത്ര സ്നേഹം കൊണ്ട് നീ മംഗലം കഴിക്കുന്ന ഉപ്പ അങ്ങ് പോയി. ഇവിടെ കൽബിൽ അങ്ങ് നിറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഉപ്പാനങ്ങൾ നോക്കി, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാറ്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കൽബിൽ എന്തായി?
ഒരു ഉപ്പാനോടുള്ള ദേഷ്യ പ്രതികാരം. പക്ഷെ ലുക്മാനിലേക്ക് റളിയല്ലാഹുവിനോട് സ്നേഹവും അതോടെ അല്ലാണ്ട് ഇട്ടു കൊടുത്തു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഇവളെന്ത് ചെയ്തു? രാവിലെ തന്നെ കുറച്ച് പലഹാരം എടുത്തിട്ട് അപ്പം എടുത്തിട്ട് വന്ന് ലുക്മാൻ അല്ലാഹുവിന് ഇങ്ങനെ ഇരിക്കുന്നു. ഇന്നലെ അടി കൊണ്ടിട്ടെല്ലാം പൊട്ടിയിട്ടെല്ലാം ഇരിക്കുന്നു. വിളിച്ചു, അബ്ദുള്ള അപ്പോ എപ്പോ ഇപ്പോ മൂപ്പര് വാങ്ങാൻ നോക്കുമ്പോ ഇവളെന്ത് ചെയ്തറിയോ? തൊടാൻ നോക്കി. കൈ തൊടാൻ നോക്കി മൂപ്പര് കൈവലിച്ചോളൂ. കൈവലിച്ച അപ്പം നിലത്ത് വീണു. നിലത്ത് വീണപ്പോൾ അതെടുത്ത് മണ്ണും പൊടിയൊക്കെ തട്ടുമ്പോൾ ഇവള് ചോദിച്ചു, സുന്ദരിയായ ഒരു മുതലാളി പെണ്ണ് അടിമയായി നിന്റെ കയ്യിലും തൊട്ടാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴോ? ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴോ? എനക്കെന്താ വേണ്ടേ? അത് അതിന്റെ വഴിക്ക് പോകും. ഒരു പെണ്ണ് ആണായ എന്റെ കയ്യിൽ തൊടലാണ് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതിനേക്കാൾ ഞാൻ ഭയപ്പെട്ടു പോകുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ. ആകാശം ഭൂമിയൊക്കെ പൊളിഞ്ഞാലും നിനക്ക് പ്രശ്നമില്ല, അത് അള്ളാന്റെ തീരുമാനമാണ്. പക്ഷെ ഒരു പെണ്ണായ നീ ആണായ എന്റെ കയ്യിൽ തൊട്ടാൽ അതെനിക്ക് ഇതിനേക്കാൾ വലിയ പേടിയുണ്ട് അള്ളാന്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോ ആ മനസ്സിന്റെ പരിശുദ്ധത കൂടി കണ്ടപ്പോ ഇവക്ക് പിന്നെയും സ്നേഹം കൂടി കൽബ് എല്ലാം കൂടി മൊത്തത്തിൽ കുൽബായി. മുതലാളി ഒരു കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, അബ്ദുള്ളോ പിന്നെ ഇന്നലെ അടിച്ചത് കുറച്ച് ഓവറാന്ന് എനിക്ക് മനസ്സിലായി. നീ എനിക്ക്